പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ഉണ്ടാകട്ടെ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു പറഞ്ഞ പ്രവചനങ്ങളെ നമ്മൾ പഠിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത് അന്ത്യകാലം എന്ന് നമ്മൾ പൊതുവായിട്ട് കേൾക്കുന്നു. അന്ത്യകാലമാണോ ഇത്? എന്താണ് അന്ത്യകാലം എന്ന വാക്കിന്റെ അർത്ഥം? ആ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ അവസരം കിട്ടി. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം, ഇങ്ങനെ 3 അധ്യായങ്ങളിൽ ഈ പ്രവചന ശബ്ദം രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം ഈ ഒലിവ് മലയിലെ പ്രഭാഷണം രേഖപ്പെടുത്തിയിട്ടില്ല. അതിന് 2 പ്രധാന കാരണമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്തുകൊണ്ട് യേശു ഈ മനുഷ്യപുത്രന്റെ വരവിനെ കുറിച്ചോ ഒലിവ് മലയിൽ അന്ന് പറഞ്ഞ യെരൂശലേമിന്റെ വിനാശത്തെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല? 2 കാരണം. ഒന്ന്, ഈ വക കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി പത്മോസിൽ താൻ സുവിശേഷം നിമിത്തം നാടുകടത്തപ്പെട്ട സമയത്ത് യേശുക്രിസ്തുവിലൂടെ ലഭിച്ച വെളിപ്പാട് പുസ്തകത്തിൽ ഈ ഒലിവ് മലയിലെ വിഷയങ്ങൾ വളരെ സവിസ്തരം ഒരു പുസ്തകമായിട്ട് തന്നെ രചിച്ചിരിക്കും. രണ്ടാമത്തെ റീസൺ, യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നത് തന്നെ ഈ യെരൂശലേമിന്റെ വിനാശം കഴിഞ്ഞ ശേഷം, വെളിപ്പാട് പുസ്തകം എഴുതിയതിനു ശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതിയത്. കാരണം അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരൊറ്റ വാക്യത്തിൽ നിന്നാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് എല്ലാരും കേൾക്കണം. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു നാമം അവന്റെ തലയിൽ എഴുതിയിരിക്കുന്നു, രാജമുടിയിൽ എഴുതിയിരിക്കുന്നു. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. അപ്പൊ ദൈവവചനം എന്ന് പേർ പറയുന്ന ഒരാൾ കുതിരപ്പുറത്ത് രാജമുടി ധരിച്ചു വരുന്നു. ദൈവവചനം എന്ന ആ പേര് ആർക്കും അറിഞ്ഞുകൂടാത്ത പേരാണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. ഈ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാന് ലഭിച്ച ഈ വെളിപ്പാടിന്റെ അടിത്തറയിലാണ് താന് സുവിശേഷം എഴുതുന്നത്. യോഹന്നാന്റെ സുവിശേഷം എഴുതുമ്പോൾ തുടങ്ങുന്നതിന് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യേശുക്രിസ്തുവിന്റെ പേര് ദൈവവചനമായിരുന്നു എന്ന് തനിക്ക് വെളിപ്പെടുത്തി കിട്ടിയത് പത്മോസിൽ വെച്ചാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അതുകൊണ്ട് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു നാമം വെളിപ്പെട്ടു, ദൈവവചനം എന്ന നാമം. ആ നാമത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് താന് സുവിശേഷം രചിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം വെളിപ്പാട് പുസ്തകത്തിന് ശേഷം എഴുതി എന്ന് വേദപണ്ഡിതന്മാരും ഒക്കെ അഭിപ്രായപ്പെടുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ച ചിന്തകൾ, ഒലിവുമലയിലെ പ്രഭാഷണം, ദൈവാലയത്തിന്റെ കല്ലുകൾ പണിയുടെ വിധങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു. മത്തായിൽ ചോദിക്കുന്നത്
നിന്റെ അത് എപ്പോൾ സംഭവിക്കും, അതായത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഒരു കാലം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് എപ്പോൾ സംഭവിക്കും എന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നു. കൂട്ടത്തിൽ 2 ചോദ്യങ്ങളൂടെ ചേർത്ത് ചോദിക്കുന്നു. അത് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത്? ഈ 2 ചോദ്യങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ കഴിയില്ല. ഈ 2 അധ്യായങ്ങളിലും അത് ഇല്ല. അവിടെ ഒറ്റ കാര്യമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. ദൈവാലയത്തിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു കാലം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടിയായിട്ട് അവർ പറയുന്നു, കർത്താവേ അത് എപ്പോൾ സംഭവിക്കും, അതിന്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും പറഞ്ഞു തരണം. അത് നമുക്ക് മർക്കോസിൽ 13-ലും ലൂക്കോസ് 21-ലും കാണാൻ പറ്റും. എന്നാൽ മത്തായിയിൽ മാത്രം നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറയുന്ന ആ സംഭവങ്ങളുടെ പരമ്പര, ആ പരമ്പരയിൽ യേശുനാഥൻ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഒരു ചോദ്യം മാത്രം ചോദിച്ചപ്പോൾ, അതായത് ദൈവാലയത്തിന്റെ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ അത് തകർന്നു പോകുന്ന കാലത്തിന്റെ ലക്ഷണം എന്താണെന്ന് പറഞ്ഞ ആ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന അതിന്റെ ആൻസറും ഈ 3 ചോദ്യത്തിന്റെ ആൻസറും എല്ലാം സെയിം ആണ്. അപ്പൊ ഞാനിത് വ്യക്തമാക്കി കഴിഞ്ഞു. 1, അത് എപ്പോൾ സംഭവിക്കും. 2, നിന്റെ വരവിന്റെ അടയാളം. ഈ വരവ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചു. അന്ത്യകാലം എന്താണ്, അല്ലെങ്കിൽ ലോകാവസാനം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അവസാനം എന്നല്ല, ഇറ്റ് ഈസ് എയോൺ, യുഗത്തിന്റെ അവസാനം. അത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന സമയത്തെ കുറിച്ച് പറയുന്നു. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം വെളിപ്പെട്ടു എന്ന് എബ്രായർ 1:1 കാണുന്നു. പെന്തിക്കോസ്ത് നാളിൽ അഭിഷേകം വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോ അവിടെ പരിശുദ്ധാത്മാവിന്റെ വരവിനെ പത്രോസ് പ്രസംഗം ഇങ്ങനെ വിളിച്ചു പറയുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ വരാം. അന്ത്യകാലം എന്ന് പറയുമ്പോൾ ലോകാവസാനം എന്ന് വേണമെങ്കിലും എഴുതാം, കാലാവസാനം എന്നും എഴുതാം. അപ്പം അവിടെ പരിശുദ്ധാത്മ വന്ന കാലഘട്ടത്തെ കുറിച്ച് ലോകാവസാനം എന്ന് എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ അന്ത്യകാലം എന്ന് എഴുതിയിരിക്കുന്നു. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ് ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്കിത് ബുദ്ധി ഉപദേശത്തിനായി എഴുതുന്നു, ആ കാലഘട്ടത്തിൽ എഴുതുന്നു. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, യേശു തന്റെ ശരീരത്തെ തന്നെ യാഗമാക്കുവാൻ ലോകാവസാനത്തിൽ വെളിപ്പെട്ടു. അപ്പൊ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന ആ കാലത്തിന് ലോകാവസാനം എന്ന് എഴുതിയിരിക്കുക. അപ്പൊ ഭൂമി അവസാനിക്കാൻ പോവുകയാണ്, ഭൂമി തീരാൻ പോവുകയാണ്. അങ്ങനെ ഒരു പഠനത്തിലേക്ക് നമ്മൾ ദയവായിട്ട് നമ്മുടെ ചിന്ത പോലും കൊണ്ടുപോകരുത്. അങ്ങനെ ഒന്നും നമ്മുടെ കർത്താവോ അപ്പോസ്തലന്മാരോ പറഞ്ഞിട്ടില്ല എന്ന കാര്യം ദൈവജനം ഓർക്കുക. പിന്നെ എന്താണ് ഈ ലോകാവസാനം എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറച്ചും കൂടെ വിശദമായിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ആ ഭാഗത്തേക്ക് തന്നെ പോകുവാൻ ആവശ്യപ്പെടും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ആ വിഷയം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ഈ അധ്യായം മുഴുവൻ പഠിക്കണം. അതുകൊണ്ട് ഞാൻ കൂടുതൽ വാക്യങ്ങൾ എടുത്ത് കുറച്ച് സമയം കൊണ്ട് വിശദീകരിക്കാൻ പോവുക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ദൈവജ്ഞാനം തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. 4-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ് അതിന് യേശു ഉത്തരം പറഞ്ഞത്. ഇത് എപ്പോൾ സംഭവിക്കുമെന്ന അടയാളത്തിന് യേശു ഉത്തരം പറഞ്ഞത് ഞാൻ പെട്ടെന്ന് അത് വായിക്കാം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികൾ. ഓക്കെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. എങ്കിലും ഇത് ഒക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. 4 മുതൽ 14 വരെയുള്ള തിരുവെഴുത്തുകളാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കാൻ ഇതിനോട് തന്നെ ബന്ധപ്പെട്ട ഭാഗം മർക്കോസിന്റെ സുവിശേഷം 13-ന്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അത് ഞാൻ വായിക്കുന്നില്ല, നമുക്ക് എല്ലാം കൂടെ വായിക്കുവാനുള്ള സാവകാശമില്ല.
ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 8 മുതൽ 19 വരെയുള്ള ഭാഗങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ വായിച്ച ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യുദ്ധങ്ങളെയും യുദ്ധകലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്, അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ, അവസാനം ഉടനെ അല്ലതാനും എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും, ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. വലിയ കാഴ്ചകൾ ഉണ്ടാകും, ആകാശത്തിൽ വലിയ സൈൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് ഈ കാര്യങ്ങളെ അവിടെ കുറച്ചും കൂടെ മറ്റൊരു നിലയിൽ ഇത് പറയുന്നുണ്ട്. നമ്മൾ ഈ ഭാഗങ്ങൾ നിങ്ങൾ തന്നെ വായിക്കുക. 13, 21, 24 ഇത് മൂന്നും നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ച് വേണം നമ്മൾ ഈ പഠനത്തിലേക്ക് പോകുവാനായിട്ട്. അപ്പൊ 24-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലേക്ക് നമ്മൾ ആദ്യം വേഗം പോവുക. 4-5 വാക്യങ്ങൾ എന്ന് പറഞ്ഞ അതിന് യേശു ഉത്തരം പറഞ്ഞ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഈ യെരൂശലേം ദേവാലയത്തിൽ അതിന്റെ കല്ലുകളുടെ മനോഹാരിത, ഞാൻ അതിനെക്കുറിച്ചുള്ള പഠനം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും അതിന്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരുന്നു. അതായത് ഒരു യെരൂശലേമിന്റെ ഒക്കെ വലുപ്പം എന്നൊക്കെ പറയുന്നത്, അതായത് ഒരു ഹെരോദാവ് ഒരിക്കൽ അവിടെ വന്ന, അതായത് യെരൂശലേമിൽ വന്ന ആളുകളുടെ എത്ര ഈ പാസ് ഓവർ, അതായത് ഈ പെസഹായുടെ ഉത്സവം നടക്കുന്ന സമയത്ത് എത്ര ആളുകൾ യെരൂശലേമിൽ വരുന്നുണ്ടോ എന്നറിയാൻ ഒരു സെൻസസ് എടുത്തു. അവരെടുത്തത് ഈ ആട്ടിൻകുട്ടിയുടെ കിഡ്നി ശേഖരിക്കുക. അപ്പൊ ഒരു ആടിനെ അടുക്കുമ്പോൾ അതിന്റെ രണ്ട് കിഡ്നി ശേഖരിക്കും. അങ്ങനെ ശേഖരിച്ച് ഏകദേശം 2,70,000 കിഡ്നി ശേഖരിക്കും. അതായത് 2,70,000 ആട്ടിൻകുട്ടികളെ ഒരു പെസഹായിൽ അവിടെ അറക്കും. ആലോചിച്ച് നോക്കിയേ, 2,70,000. ഒരു ആട്ടിൻകുട്ടി ഏറ്റവും കുറഞ്ഞത് 20 പേർക്കുള്ള ആഹാരമാണ്. ഒരാടിനെ അവർ ഒരു ഫുൾ ഭക്ഷണമല്ലല്ലോ, ഒരു വലിയ കമ്മ്യൂണിറ്റി ഒരുമിച്ച് 10 മുതൽ 20 വരെ വരുന്ന ഒരു കൂട്ടം ആളുകളാണ് ഒരു ആടുമായി പാസ് ഓവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഒരു അറൗണ്ട് ഒരു 60 lakhs, ഒരു 60 ലക്ഷം പേര് ഒരു പാസ് ഓവറിന് യെരൂശലേമിൽ എത്തും. അതായത് ഒരേ സമയത്ത്, ഒറ്റ സമയത്ത്, അറ്റ് എ ടൈം യെരൂശലേമിന്റെ ആ കോമ്പൗണ്ടിന് വെളിയിലുമായിട്ട് 3 ലക്ഷത്തിലധികം ആളുകൾക്ക് നിൽക്കാനുള്ള, വസിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മൾ ഇന്ന് കാണുന്നതല്ല, 3 ലക്ഷം പേർക്ക്. ശലോമോന്റെ മണ്ഡപത്തില് 50,000 പേർക്ക് ഇരിക്കാൻ പറ്റും. 50,000 പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് ശലോമോന്റെ മണ്ഡപം. മണ്ഡപം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കല്യാണ മണ്ഡപം പോലെ അല്ല, 50,000. വളരെ മനോഹരമായ പഠനം. യൂസീബസ് പറയുന്നത് ലോകത്തിൽ അന്ന് വരെ കണ്ടത് ഏറ്റവും മനോഹരവും അത്ഭുതാവകവുമായ ഒരു ബിൽഡിംഗ് ആയിരുന്നു യെരൂശലേം ദേവാലയം. ആ ദേവാലയത്തിന്റെ ഒരു കല്ല് പോലും ശേഷിക്കാതെ, കല്ലിന്റെ പുറത്ത് കല്ല് വരാതെ ഈ ആലയം ഇല്ലാതെയാകാൻ പോകുന്നു എന്നാണ് നമ്മുടെ മിശിഹായുടെ പ്രവചനം. ഞാനിത് എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇത് നമ്മുടെ സ്കൂളുകളുടെ ഇടയിൽ ഇത് എടുത്തെന്ന് ചോദിച്ചാൽ, ഒത്തിരി ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ടും, പിന്നെ ഞാനിത് പൊതുവായിട്ട് ഒത്തിരി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആളുകളിൽ ഇത് ഒരുപാട് ഒഫൻസ് ഉണ്ടാകും. കാരണം യേശുദാ ഇപ്പൊ വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വലിയ സങ്കടം വരുത്തുന്നത് കൊണ്ടൊരു ബഹളത്തിന് വേണ്ടി അല്ല ഇത്. ഇത് സത്യമായി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എൻ്റെ എളിയ ശ്രമം മാത്രമായിട്ട് ഇത് കാണുക. അപ്പൊ ഇവിടെ യേശുക്രിസ്തുവിന്റെ ആ കാലഘട്ടത്തിൽ ആ യെരൂശലേം ദേവാലയത്തിൽ ഒരുപാട് അടയാളങ്ങൾ സംഭവിച്ചു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അടയാളങ്ങൾ ജോസീഫസ്, അതായത് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന, സമകാലികമായ കാലത്ത് ജീവിച്ചിരുന്ന ജോസീഫസ് എന്ന് പറയുന്ന യഹൂദൻ, അദ്ദേഹം ഒരു ലേവിയ ഗോത്രക്കാരനായ യഹൂദൻ. പിൽക്കാലത്ത് അദ്ദേഹം റോമൻ പൗരനായിട്ട്, റോമിന്റെ ഒരു ചരിത്രകാരനായിട്ട് അറിയപ്പെട്ട ഒരു ജോസീഫസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തില്
രേഖപ്പെടുത്തിയിരിക്കുന്നതായ കുറച്ച് കാര്യങ്ങൾ. അടയാളങ്ങൾ എന്തായിരുന്നു? യേശു പറഞ്ഞ അനേക അടയാളങ്ങൾ നിങ്ങൾ കാണുമെന്നാണ്. അപ്പം ആ സമയത്ത് സംഭവിച്ച അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ചരിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ അടിത്തറയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും. ഈ യെരുശലേമിന്റെ നാശത്തിന് തൊട്ടു മുമ്പുള്ള വർഷം, അതായത് യെരുശലേം നശിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വർഷം, ഏകദേശം 360 ദിവസങ്ങൾ, ഒരു വർഷത്തോളം ഒരു വാള്, ഒരു സോഡ് യെരുശലേം ദേവാലയത്തിന്റെ മുകളിൽ അന്തരീക്ഷത്തിൽ ഒരു പ്രകാശമുള്ള, ഒരു വെളിച്ചമുള്ള ഒരു സോഡ് എല്ലാവരും കാണുക യെരുശലേം ദേവാലയത്തിന്റെ മുകളിൽ ഒരു വർഷത്തോളം നിന്നിരുന്നു. നിങ്ങൾ യേശു പറഞ്ഞില്ലേ, ആകാശത്തിൽ അനേക ലക്ഷണങ്ങൾ നിങ്ങൾ കാണും, നമ്മുടെ കർത്താവിന്റെ വാചകം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു വലിയ വാള് ആകാശത്തിൽ യെരുശലേം ദേവാലയത്തിന്റെ മുകളിൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച ഒരു വാളിന് സമമായ ഒരു, അല്ലെങ്കിൽ അത് പ്രകാശമായിരിക്കാം, മേ ബി ഒരു വാളിനെ പോലെ ഒരു വാള് സമമായ ഒരു രൂപം ദേവാലയത്തിന്റെ മുകളിൽ നിൽക്കുന്നത് ഒരു വർഷത്തോളം കണ്ടിരുന്നു. അതുപോലെ തന്നെ ആ വർഷത്തിൽ എട്ടാമത്തെ മാസം, അതായത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആചരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള മാസം, 8th ഓഫ് ദ മന്ത് സാന്തിക്കസ്, അതായത് ആ അൺലിവൻ ബ്രെഡിന്റെ പാസോവറിന്റെ ആബിബ് മാസം 9ാമത്തെ മണിക്കൂറിൽ, അതായത് 9th hour ഓഫ് ദ നൈറ്റ്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആചരിക്കുന്ന ആ 9ാമത്തെ മണി നേരത്ത്, ഇത് ഞാൻ കഥകളല്ല, ജോസീഫസ് എന്ന ഹിസ്റ്റോറിയൻ എഴുതിയ കാര്യമാണ്. ഒരു പ്രകാശവളയം യെരുശലേം ദേവാലയത്തിന്റെ ചുറ്റും, യെരുശലേമിലെ യാഗപീഠത്തിന്റെ ചുറ്റും പ്രകാശിച്ചു നിൽക്കുക. രാത്രി 9 മണിക്ക്, രാത്രിയില് വെട്ടമില്ല, ഒരു പ്രകാശം വന്ന ആലയത്തിന്റെ ചുറ്റും, ആൾട്ടറിന്റെ ചുറ്റും പ്രകാശിച്ചിരുന്നു. അതിലിങ്ങനെ എഴുതിക്കുന്ന, ഇറ്റ് വാസ് ഇൻ ദ ബിൽഡിംഗ് ഓഫ് ദ ടെമ്പിൾ ദ ലൈറ്റ് ഈക്വൽ ടു ദ ബ്രൈറ്റ്നസ് ഓഫ് ദ ഡേ. എന്ന് പറഞ്ഞാൽ പകൽ എത്ര പ്രകാശമാണോ അത്ര പ്രകാശം ആ ദൈവാലയം ആ രാത്രിയിൽ പകല് പോലെ പ്രകാശിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല ഇരുട്ടത്ത് ദൈവത്തിന്റെ ആലയവും യാഗപീഠത്തിന്റെ ചുറ്റും പകൽ വെളിച്ചത്തോട് സമമായ ഒരു പ്രകാശം വന്ന് ചുറ്റി മിന്നുകയാണ്. ആൻഡ് വിച്ച് കണ്ടിന്യൂഡ് ഫോർ ദ സ്പേസ് ഓഫ് ഹാഫ് ആൻ അവർ, ഏകദേശം 30 മിനിറ്റുകൾ, അരമണിക്കൂറോളം ഈ പ്രകാശം യെരുശലേം ദേവാലയത്തിന്റെ ചുറ്റും പ്രകാശിച്ചു നിന്നു രാത്രിയിൽ. അടയാളങ്ങളാണ്, ശ്രദ്ധിക്കുക. യേശുക്രിസ്തു പറഞ്ഞ ഒരുപാട് അടയാളങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ് ഈ യെരുശലേമിന്റെ നാശത്തോടുള്ള ബന്ധത്തിൽ. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുകയോ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഒരു ദിവസം യെരുശലേം ദേവാലയത്തിനകത്ത് റെഡ് ഹെയ്ഫർ എന്ന് പറഞ്ഞ ചുവന്ന പശുക്കിടാവിനെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് മഹാപുരോഹിതൻ അതിന്റെ തലയിൽ കൈവച്ച് ഇതിനെ നേരെ യെരുശലേം ദേവാലയത്തിന്റെ കിഴക്കുഭാഗത്ത് കൊണ്ടുപോയി ഒലിവുമലയുടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അറുത്ത് അതിന്റെ ഭസ്മം എടുക്കുന്ന ഒരു ചരിത്രം, ഒരു യാഗം, അതായത് പാളയത്തിന്റെ പുറത്തു കൊണ്ടുപോയി യാഗം നടത്തി അതിനെ ഭസ്മമാക്കുന്ന റെഡ് ഹെയ്ഫറിനെ കുറിച്ച് നമുക്ക് സംഖ്യാപുസ്തകം 19ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയും. സോ അങ്ങനെ ഒരു അന്നത്തെ ഹൈ പ്രീസ്റ്റ് ഒരു റെഡ് ഹെയ്ഫറുമായിട്ട് യാഗപീഠത്തിന്റെ അടുക്കിലേക്ക് വരിക. അദ്ദേഹം യെരുശലേം ദേവാലയത്തിന്റെ അകത്ത് ഇതിനെ കൊണ്ടുവരിക. ഇദ്ദേഹം യാഗപീഠത്തിലൂടെ ഈ റെഡ് ഹെയ്ഫർ എന്ന് പറഞ്ഞ ചുമന്ന പശുക്കിടാവ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശ തോന്നി. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത്. ഇത് ശരിയാണോ എന്ന് പോലും എന്റെ മനസ്സിൽ വന്നു. പക്ഷെ ഇത് എഴുതിയത് ഒരു കഥാപുസ്തകമല്ല, ഒരു ചരിത്ര പുസ്തകമായതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പലരും അത് കോട്ട് ചെയ്തിട്ടുണ്ട്.
ഈ പശുക്കിടാവിനെ കൊണ്ടുവന്ന്, അല്ലെ റെഡ് ചുമന്ന പശുവിനെ കൊണ്ടുവരുമ്പോൾ ദൈവാലയത്തിന്റെ ഒത്ത നടുക്ക്, ഇൻ ദ മിസ്റ്റ് ഓഫ് ദ ടെമ്പിൾ, ഷീ ബ്രോട്ട് ഫോർത്ത് എ ലാംബ്. ഒരു ചുമന്ന പശു ദൈവാലയത്തിന്റെ നടുവിലെത്തി ഒരു ആട്ടിൻകുട്ടിയെ പ്രസവിച്ചു. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? റെഡ് ഹൈഫർ ചുമന്ന പശുവിനെ കൊണ്ടുവരിക, അതിന് യാഗം നടത്താൻ കൊണ്ടുപോകുമ്പോൾ മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന ആ പശുക്കിടാവ് ഒരു ആട്ടിൻകുട്ടിയെ പ്രസവിച്ചു. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് സ്ട്രേഞ്ച് അക്കൗണ്ട് ഗിവൺ ബൈ ദ ഹിസ്റ്റോറിയൻ ഗ്രേഷ്യൻ. അതൊരു പക്ഷേ ഒരു ഗ്രീക്കിലെ ഒരു കഥ പോലെ നമുക്ക് തോന്നുമെങ്കിലും, ബട്ട് ഇറ്റ് വാസ് എ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് റെക്കോർഡഡ് ബൈ മെനി ഹിസ്റ്റോറിയൻസ്. ഇവിടെ പറയുന്നത് that was a miraculous rebuke of Jewish infidelity and impiety for rejecting the true Lamb of God. കർത്താവായ യേശു ക്രിസ്തു എന്ന യഥാർത്ഥ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാടിനെ റിജക്റ്റ് ചെയ്ത യഹൂദനോടുള്ള ദൈവത്തിന്റെ ഒരു അടയാളമായിരുന്നു അക്ഷരികമായി ദൈവാലയത്തിന്റെ അകത്ത് ചുമന്ന പശു ഒരു ആട്ടിൻകുട്ടിക്ക് ജന്മം കൊടുക്കുന്നു. ഇറ്റ്സ് ഹാപ്പൻഡ്. കാരണം ഒരിക്കലായി എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ പരമയാഗത്തെ പുച്ഛിച്ച് ആ ശിശുവൃന്ദത്തെ ഉപദ്രവിച്ച് അപ്പോസ്തലന്മാരെ ഉപദ്രവിക്കുന്ന യെരുശലേമിന്റെ അകത്ത് തമ്പുരാൻ കൊടുക്കുന്നു താണ്ടെ ഒരു മിറാക്കുലസ് റബ്യൂക്ക്. നിങ്ങളുടെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ല എന്ന് കാട്ടുകയാണ്. ഇതായിരുന്നു അവിടെ നടന്ന മൂന്നാമത്തെ അടയാളം. നാലാമത്തെ അടയാളം എന്ന് പറയുന്നത് ഏകദേശം ഒരു ദ 6th hour of the night, അതായത് ആ കാലഘട്ടത്തിൽ യെരുശലേം ദേവാലയം നശിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ രാത്രി 12 മണിയാകുമ്പോൾ യെരുശലേം ദേവാലയത്തിന്റെ ഈസ്റ്റേൺ ഗേറ്റ് ഓട്ടോമാറ്റിക്കലി തുറക്കും. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട, ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ത്രൂ ദ ആന്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന് പറയുന്ന ജോസീഫസിന്റെ പുസ്തകത്തിനകത്ത് ഈ വിഷയങ്ങളുണ്ട്. വായിക്കുവാനായി നിങ്ങൾ ശ്രമിക്കുക. 20 പുരോഹിതന്മാര് ഒരുമിച്ച് നിന്നാണ് ഈ ഈസ്റ്റേൺ ഗേറ്റ് അടയ്ക്കുന്നതും തുറക്കുന്നതും. 1-2 പേര്, അത്ര ഹെവിയാണ്. ആ ബോൾട്ടിൽ ഇതിനെ കൊണ്ടുവന്ന് അടയ്ക്കാൻ 20 പേരുടെ ബലമുണ്ട്. അത് കൊണ്ടുവന്ന് വലിയ സ്റ്റീൽ ബാർ കൊണ്ട് അതിനെ അടച്ച് ക്ലോസ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. എല്ലാ രാത്രിയും ഓട്ടോമാറ്റിക്കലി ഈ വാതിൽ ഇങ്ങനെ തുറന്നു വരിക, ഓട്ടോമാറ്റിക്കലി ഇത് തുറക്കുകയാണ്. ഈ അടയാളം ഈ യെരുശലേമിൽ സംഭവിച്ചിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം ദൈവം ഇവരെ ഓർമ്മപ്പെടുത്തുകയാണ്. എടോ, ഒരിക്കലും, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അവസാനത്തെ ഭാഗം, ഒരിക്കലും അടയ്ക്കപ്പെടാത്ത, ഒരിക്കലും അടയ്ക്കാൻ പാടില്ലാത്ത, വാതിൽ അടയ്ക്കാത്ത ഒരു പുത്തൻ യെരുശലേം ഭൂമിയിൽ വെളിപ്പെടുവാൻ പോകുന്നു എന്ന മുന്നറിയിപ്പായിരുന്നു. യെരുശലേം ദേവാലയത്തിന്റെ ഈസ്റ്റേൺ ഗേറ്റ് ദൈവം അർദ്ധരാത്രിയിൽ എല്ലാ ദിവസവും തുറക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട അടയാളം അവിടെ ഉണ്ടായിരുന്നത്, രാത്രി മുതൽ പ്രഭാതം വരെ കത്തുവാനുള്ള ഒലിവിന്റെ വിളക്ക് അവിടെ കത്തിക്കൊണ്ടിരിക്കും. അതൊരിക്കലും അണയാൻ പാടില്ല. പക്ഷെ എല്ലാ സന്ധ്യയ്ക്കും പുരോഹിതന്മാർ വന്ന് വിളക്ക് കത്തിക്കും. പക്ഷെ പ്രഭാതത്തിൽ അത് അണഞ്ഞിരിക്കും. ഇങ്ങനെ വളരെ ഭയപ്പെടുത്തുന്ന, അവരെ ചിന്താകുലരാക്കുന്ന, ആകുലപ്പെടുത്തുന്ന അടയാളങ്ങൾ ഈ യഹൂദന്മാർ കണ്ടുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഇവരെ നശിപ്പിക്കുകയല്ലായിരുന്നു. ഓരോ അടയാളങ്ങൾ ഇവർക്ക് കാട്ടിക്കൊടുക്കുക. ദൈവം നമ്മുടെ നാട്ടിൽ പറഞ്ഞ ദുശകുനം എന്നൊക്കെ പറയും, പക്ഷെ ശകുനമല്ല, അവർക്ക് അടയാളങ്ങൾ കാട്ടിക്കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു അടയാളം ഉണ്ടായിരുന്നു. അതായത് റെഡ് ഹൈഫറിനെ കൊണ്ടുവരുന്നത് പോലെ അവിടെ മഹാപാപ പരിഹാര ദിവസം 2 ആട്ടുകൊറ്റനെ വേർതിരിക്കും. ഈ 2 ആട്ടുകൊറ്റനെ വേർതിരിച്ച ഇവർ ഇതിന്റെ തലയിൽ കൈവച്ച് ഒന്നിനെ യഹോവയ്ക്കും മറ്റൊന്നിനെ അസസ്സേലിനും വേണ്ടി വേർതിരിക്കും. അസസ്സേലിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആട്ടിൻകൊറ്റനെ നേരെ മരുഭൂമിയിലേക്ക് വിട്ടയക്കും. മരുഭൂമിയിലേക്ക് ഇതിനെ വിട്ടയക്കുന്നതിന് മുമ്പ് മഹാപുരോഹിതൻ ചുമന്ന നൂല്, അതായത് ഈ സ്കാർലറ്റ് ത്രെഡ്, ചുമന്ന ധൂമ്ര നൂല് എടുത്ത് ഈ ആട്ടുകൊറ്റന്റെ തലയിലെ കൊമ്പിൽ
ഇങ്ങനെ ചുറ്റും. രണ്ട് കൊമ്പിലും ഈ ചുമന്ന നൂല് ചുറ്റിയിട്ടാണ് ഇതിനെ മരുഭൂമിയിലേക്ക് അയക്കുന്നത്. മരുഭൂമിയിലേക്ക് അയക്കപ്പെട്ട ഈ ആട്ടുകൊറ്റനെ കൊണ്ടുപോകുന്ന പുരോഹിതൻ ഏതെങ്കിലും ഒരു ഉയർന്ന മലയുടെ മുകളിൽ, പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടും. ഈ പാറയിൽ തട്ടി ഈ മൃഗം കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ഇസ്രായേലിന്റെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടു എന്നവർ വിശ്വസിക്കും. ഈ ചുമന്ന നൂല് ഈ ആടിന്റെ പുറത്തുണ്ട്. ഈ ആടിന്റെ പുറത്ത് ഈ ചുമന്ന നൂലുമായിട്ടാണ് ഇത് പോകുന്നത്. മറ്റൊരു നൂലെടുത്ത് യെരൂശലേം ദേവാലയത്തിന്റെ ഈസ്റ്റേൺ ഗേറ്റിന്റെ മുകളിലെ ഉമ്മരപ്പടിയുടെ മുകളിൽ മഹാപുരോഹിതൻ കെട്ടിത്തൂക്കിയിടും. ജനങ്ങൾ എല്ലാവരും കൂടെ ആലയത്തിനകത്തേക്ക് പ്രവേശനമില്ല. ഇവരുടെ എല്ലാവരുടെയും കണ്ണ് ഈ ദൈവാലയത്തിന്റെ മുകളിൽ ഉമ്മരപ്പടിയിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന രക്താംബരം അല്ലെങ്കിൽ ധൂമ്ര നൂലിനെ നോക്കിക്കൊണ്ടിരിക്കും. ഇവരുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി അയക്കപ്പെട്ട ഈ ആട്ടുകൊറ്റൻ മരുഭൂമിയിൽ പോയി കൊല്ലപ്പെടുന്ന നിമിഷം കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ധൂമ്ര നൂല് ഹിമം പോലെ വെളുക്കുവാൻ തുടങ്ങും. ആ ചുമന്ന നൂല് ഓട്ടോമാറ്റിക്കലി വെളുത്ത് വെണ്മയാകുമ്പോൾ ഇസ്രായേൽ ജനം, അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളെ മാർപ്പിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി യഹോവയ്ക്ക് സ്തോത്രങ്ങൾ അർപ്പിച്ച് സ്തുതികൾ അർപ്പിച്ച് ഭയങ്കര ആഘോഷത്തോടെ അവർ വിളിച്ചു പറയും, ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. ഇത് അവിടുത്തെ എല്ലാ വർഷം സംഭവിക്കുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ചൊരു സൂചന ഞാൻ ബൈബിളിൽ നിന്ന് തരാം. ഇതൊക്കെ ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മള് യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ 11, 18 അങ്ങോട്ടുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടും ചുമപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. ഈ വാക്ക് എവിടെ നിന്നാണ് യെശയ്യാവ് എടുത്തത്? യെരൂശലേം ദേവാലയത്തിന്റെ ഉമ്മരപ്പടിയിൽ കെട്ടിത്തൂക്കിയിടുന്ന ധൂമ്ര നൂല്, രക്താംബര നൂല് ഹിമം പോലെ വെളുക്കുന്ന ചരിത്രം അറിയാവുന്ന യെശയ്യാവ് എഴുതി വെച്ചിരിക്കുന്നു, ദാണ്ടെ നിങ്ങളുടെ പാപം കടും ചുമപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മിശിഹായുടെ കാൽവറി മരണത്തിന് ശേഷമുള്ള അടുത്ത 40 വർഷങ്ങൾ ആ ചുമന്ന നൂല് കെട്ടിത്തൂക്കിയിടുന്ന പതിവുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അത് വെണ്മയായി വന്നിരുന്നതേയില്ല. കാരണം മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരം അയക്കപ്പെടുവാൻ പോകുന്ന ആട്ടുകൊറ്റന്റെ മരണത്താൽ അല്ലെന്നും ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ കാൽവറിയുടെ മരണമാണ് സമാപനയാഗമെന്നും ഇസ്രായേലിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അടയാളങ്ങൾ അവിടെ സംഭവിച്ചു കൊണ്ടിരുന്നത്. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, അടയാളങ്ങളുടെ പുറത്ത് അടയാളങ്ങൾ കൊടുക്കുക. അങ്ങനെ തന്നെ മറ്റൊരു കാര്യമുള്ള ഒരു ചീട്ടിട്ടിടുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു കറുത്ത കല്ലും ഒരു വെളുത്ത കല്ലും ഇങ്ങനെ കയ്യിൽ വെച്ച് അവര് ചീട്ടിടും. അതൊരു നറുക്കിടുക എന്ന് പറഞ്ഞേ. ആ നടുക്കിടുമ്പോൾ യഹോവയുടെ ആടിനു വേണ്ടിയുള്ള കല്ല് വലതുഭാഗത്തെ കയ്യിൽ വരണം. ആ കല്ല് എപ്പോഴും, അതായത് യെരൂശലേമിന്റെ കാലമൊക്കെയും മഹാപുരോഹിതന്റെ വലത് കയ്യിൽ വെളുത്ത കല്ലേ, വെള്ളാരം കല്ലേ വരത്തുള്ളൂ, കറുത്ത കല്ല് വരത്തില്ല. എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നിരിക്കും. പക്ഷേ മിശിഹായുടെ ക്രൂശുമരണത്തിന് ശേഷം പുരോഹിതന്റെ കയ്യിൽ പിന്നെ ഒരു കറുത്ത കല്ലേ വന്നിട്ടുള്ളൂ, വലത് കയ്യിൽ വെളുത്ത കല്ല് വന്നിട്ടില്ല. കാരണം ദൈവം മറ്റേ യാഗത്തെയും ആചാരത്തെയും ഉത്സവങ്ങളെയും ആലയത്തെയും സിസ്റ്റത്തെയും മൊത്തം വേർതിരിക്കുന്നു. നിങ്ങൾക്ക് വിനാശം സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ അടയാളങ്ങൾ ആലയത്തിന്റെ അകത്തും പുറത്തും സർവ്വസാധാരണമായി സംഭവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ദേവാലയത്തിന്റെ വാതിലുകൾ തുറക്കുന്ന പരിപാടി രാത്രി സംഭവിക്കുന്നു. അതുപോലെ തന്നെ സൂൺ ആഫ്റ്റർ ദ ഫീസ്റ്റ് ഓഫ് പാസ്ഓവറിന് ശേഷം വേറെ പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടന്നതായി ജോസീഫസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വേരിയസ് പാർട്ട് ഓഫ് ദ കൺട്രി, ആ നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഏരിയയിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, അതായത് ഇസ്രായേൽ ദേശത്തിന്റെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും സൂര്യാസ്തമയത്തിന് മുമ്പ് ചാരിയറ്റ്സ് ആൻഡ് ആംഡ് മെൻ, അതായത് ആയുധധാരികളായ മനുഷ്യരും രഥങ്ങളും ആകാശത്തിൽ ഇങ്ങനെ പാസ് ചെയ്യുന്നത്, യെരൂശലേമിലേക്ക് വരുന്നത്, അതായത് ആകാശത്തിൽ നിന്നുള്ള ആ ചാരിയറ്റ്സും വാർ ചെയ്യുന്ന സോൾജിയേഴ്സും വരുന്ന കാഴ്ച സൂര്യാസ്തമയത്തിന് മുൻപുള്ള സമയത്ത് ജെറുസലേമിന്റെ ഇസ്രായേൽ ദേശം മുഴുവൻ കണ്ടുകൊണ്ടിരുന്നു എന്നൊരു ചരിത്രം. ശ്രദ്ധിക്കണം, ഇത് ചരിത്രങ്ങളാണ് എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു വീണ്ടും. കാരണം ഇതൊരു കഥ പോലെ തോന്നാൻ ചാൻസ് ഉണ്ട്. ആകാശത്തിലെ ലക്ഷണങ്ങൾ എന്ന് യേശു പറഞ്ഞതിന്റെ അർത്ഥം
അവർക്ക് മനസ്സിലായി യെരൂശലേമിന് നേരെ വലിയ വിനാശം വരുവാൻ പോകുന്നു. അവർക്ക് അവരുടെ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞത്, ഹോശയിലൂടെ പറഞ്ഞത്, ദാനിയേലിലൂടെ പറഞ്ഞത്, എസേക്കിയേലിലൂടെ പറഞ്ഞത്, ജെരമ്യാവിലൂടെ പറഞ്ഞത്, യെശയ്യാവിലൂടെ പറഞ്ഞത്, സക്കറിയാവിലൂടെ പറഞ്ഞത്, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, യേശു പറഞ്ഞത്, പത്രോസ് പറഞ്ഞത്, അപ്പോസ്തലന്മാർ പറഞ്ഞത്, പുതുനിയമത്തിന്റെ പല ലേഖനങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞതായ ഈ മഹാവിപത്തിനെ കുറിച്ചുള്ള ദൈവിക അടയാളങ്ങൾ ഇതിന്റെ നാശത്തിന് മുൻപ് വെളിപ്പെട്ടുകൊണ്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമേ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ പാസ് ഓവറിന്റെ സമയങ്ങളിൽ, അതായത് ആ പെസഹായുടെ ദിവസം എല്ലാ ദേശത്തും വിനാശത്തെ കൊണ്ടുവരുന്ന വലിയ രഥങ്ങളും സൈന്യത്തെയും, ആയുധധാരികളായ സൈന്യത്തെ ആകാശത്തൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, യെരൂശലേമിനെ വന്ന് ചുറ്റുന്നത് അവർ കണ്ടിരുന്നു എന്ന ചരിത്രം. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ആ വർഷത്ത് തന്നെ പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ ദൈവത്തിന്റെ പുരോഹിതന്മാർ അവർ രാത്രി സമയങ്ങളിൽ ദൈവാലയത്തിന്റെ ഇന്നർ ചേംബറിലേക്ക് പോയി. അതായത് അർദ്ധരാത്രിയിൽ, രാത്രികാലങ്ങളിൽ ഈ ആലയത്തിൽ ശുശ്രൂഷകന്മാരുണ്ട്. നമ്മളതിന് സങ്കീർത്തനത്തിൽ 134 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ, അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ ഇരിക്കുന്ന പുരോഹിതന്മാരെ എന്ന് പറയുന്നുണ്ട്. രാത്രികാലങ്ങളിൽ 240 പുരോഹിതന്മാർ യെരൂശലേം ദേവാലയത്തിന്റെ അകത്ത് ശുശ്രൂഷ ചെയ്യും. 240 പുരോഹിതന്മാർ. ഒന്ന് ചിന്തിച്ചു നോക്കിയ, അർദ്ധരാത്രിയിൽ പോലും 240 പുരോഹിതന്മാര് രാത്രി ഡ്യൂട്ടിക്ക് ഈ യെരൂശലേം ദേവാലയത്തിന്റെ അകത്തുണ്ടായിരുന്നു. ആലയത്തെ ശുദ്ധീകരിക്കുവാനും യാഗപീഠത്തെ ഒരുക്കുവാനും ഒക്കെയുള്ള വലിയ ശുശ്രൂഷകൾ അതിനകത്ത് നടന്നുകൊണ്ടിരുന്നത്. അന്ന് പെന്തിക്കോസ്തിന്റെ ദിവസം, ആ കാലത്ത് പെന്തിക്കോസ്തിന്റെ നാളില് ഇവര് ദൈവാലയത്തിന്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ, ഇന്നർ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ, അവരുടെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ they first felt, അവരിങ്ങനെയാണ്, അവർക്ക് they began to shake, അവര് വിറയ്ക്കുവാനായിട്ട് തുടങ്ങി, അവർ ശലിക്കുവാനായിട്ട് തുടങ്ങി. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇരിക്കുന്ന സ്ഥലം ഇങ്ങനെ കുലുങ്ങുവാനായിട്ട് തുടങ്ങുകയും ഇവർ ശ്രദ്ധിച്ചപ്പോൾ ദൈവാലയത്തിന്റെ മോസ്റ്റ് ഹോളി പ്ലേസിൽ നിന്ന്, ഇന്നർ ചേംബറിൽ നിന്ന് ആളുകൾ മർമർ ചെയ്യുന്ന, പിറുപിറുക്കുന്ന, അതായത് ഉച്ചത്തിൽ സംസാരിക്കുകയില്ല, പിറുപിറുക്കുന്ന ശബ്ദം പുരോഹിതന്മാർ ശ്രദ്ധിച്ചപ്പോൾ ആലയത്തിന്റെ ഇന്നർ ചേംബറിൽ നിന്ന് പിറുപിറുക്കുന്ന ശബ്ദം കേട്ടു. അത് കേട്ടവർ ഭയന്നു, വിറച്ചു. കാരണം അവരല്ലാതെ വേറെ ആരും അവിടെ ഇല്ല. പക്ഷെ ആലയത്തിന്റെ അകത്ത്, അതിപരിശുദ്ധ സ്ഥലത്ത് അവര് മർമറിങ് സൗണ്ട് കേൾക്കുകയാണ്. എന്തോ പിറുപിറുക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നു. അവസാനം ആ ശബ്ദം ഒരു വലിയ ആരവമായി, വലിയ പുരുഷാരത്തിന്റെ ശബ്ദമായി മാറുകയും, ആ പുരുഷാരം ഇങ്ങനെയാണ് പറഞ്ഞത്, ലെറ്റ് us depart hence, നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകാം എന്ന് പറയുന്ന ഒരു ശബ്ദം ദൈവാലയത്തിന്റെ അകത്ത് കേൾക്കുക. Can you imagine, brothers and sisters? ഞാൻ ഇതൊക്കെ വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, how great our God is, how loving is our God is. നമ്മുടെ കർത്താവ് എത്ര സ്നേഹമുള്ളവനാണ്, എത്ര കരുതലുള്ളവനാണ്. ദേശത്ത് സംഭവിക്കുവാൻ പോകുന്ന വിനാശത്തെ കുറിച്ച് മുന്നറിഞ്ഞ തമ്പുരാൻ അകത്തും പുറത്തും ആകാശത്തും ഭൂമിയിലും ഒക്കെ അടയാളങ്ങൾ കാട്ടിക്കൊടുക്കുന്നു. അന്ന് അതിനകത്ത് കേട്ട ശബ്ദം മറ്റാരുടേതുമല്ല, പ്രപഞ്ചനാഥന്റെ ശബ്ദമാ. ജനസമൂഹത്തോട് പറയുന്നു, ലെറ്റ് us depart, നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകാം. കാരണം ഇത് നശിക്കുവാൻ പോകുന്നു, നാശത്തിലേക്ക് പോകാൻ പോകുന്നു, ആലയമില്ലാതെയാകുവാനായിട്ട് പോകുന്നു. ഒരുപാട് അടയാളങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു അടയാളം കൂടെ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ പറയാം. ജോസഫസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വാർ ഓഫ് ദ ജൂസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം. അവിടെ യെരൂശലേമിൽ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജീസസ് എന്നാണ്, നമ്മുടെ ഇംഗ്ലീഷിൽ ജീസസ് എന്നും. യാശുവ എന്ന് പേരുള്ള ഒരാൾ, യേശു അല്ല, യേശുവിന്റെ അതേ പേരിലുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്. ആ മകന്റെ പേര് അനാനസ് എന്നാണ്. അനാനസ് എന്ന് പേരുള്ള ഒരു മകൻ ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം ഒരു ലോവർ ക്ലാസ്, സാധാരണ ഒരു കുടുംബത്തിൽ വന്നു. ഒരു ടാബർനാക്കിൾ, ദ ഫീസ്റ്റ് ഓഫ് ദ ടാബർനാക്കിൾ, അതായത് ഒരു കൂടാര പെരുന്നാളിന്റെ അന്ന് പെട്ടെന്ന് ഇദ്ദേഹം ദൈവാലയത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങി. ശ്രദ്ധയോടെ കേൾക്കണം. അതായത് ഒരു ദൈവാലയത്തിൽ എല്ലാവരും വന്നുകൂടിയ സമയത്ത് അന്ന്
കൂടാരത്തിന്റെ പെരുന്നാൾ നടക്കുന്നു. കൂടാര പെരുന്നാൾ നടക്കുന്ന സമയത്ത് ഈ അനാനസ് ദ സൺ ഓഫ് ജീസസ്, യാശുവ എന്ന് പേരുള്ള ഒരു പുരുഷന്റെ മകനായ അനാനസ് എന്ന് പറയുന്നവൻ പെട്ടെന്ന് ദൈവാലയത്തിന്റെ അകത്തോട്ട് കയറിയിട്ട് പറയുന്ന ശബ്ദം ഇങ്ങനെയാണ്: എ വോയിസ് ഫ്രം ദ ഈസ്റ്റ്, എ വോയിസ് ഫ്രം ദ വെസ്റ്റ്, എ വോയിസ് ഫ്രം ദ ഫോർ വിൻഡ്സ്, എ വോയിസ് അഗൈൻസ്റ്റ് ജെറുസലേം ആൻഡ് ദ ടെമ്പിൾ. ഇങ്ങനെയാണ് പറഞ്ഞത്. എ വോയിസ് അഗൈൻസ്റ്റ് ബ്രൈഡ് ഗ്രൂംസ് ആൻഡ് ബ്രൈഡ്, എ വോയിസ് അഗൈൻസ്റ്റ് ദ ഹോൾ പീപ്പിൾ. ജനത്തിന്, അതായത് എവിടെ നിന്നാ? വടക്ക് നിന്നും, അതായത് എന്തോ, എ വോയിസ് ഫ്രം ദ ഈസ്റ്റ്, വോയിസ് ഫ്രം ദ വെസ്റ്റ് ആൻഡ് വോയിസ് ഫ്രം ദ ഫോർ വിൻഡ്സ്. 4 കാറ്റുകളിൽ നിന്ന്, പടിഞ്ഞാറ് നിന്ന്, കിഴക്ക് നിന്ന്, വെസ്റ്റ് നിന്ന്, ഈസ്റ്റ് നിന്ന് ഒരു ശബ്ദം. എന്തിനാ? യെരൂശലേമിനും ആലയത്തിനും എതിരെയുള്ള ശബ്ദം, മണവാളനും മണവാട്ടിക്കും എതിരെയുള്ള ശബ്ദം, സകല ജനതയ്ക്കും എതിരെയുള്ള ശബ്ദം എന്ന് ആലയത്തിന്റെ അകത്തേക്ക് വന്ന് ഇയാൾ ഉച്ചത്തിൽ വിളിച്ചു പറയാനായിട്ട് തുടങ്ങി. ഈ വാക്കുകൾ കുറെ നാളുകൾ താൻ തുടർന്നു. യെരൂശലേമിന്റെ നാശം ആരംഭിക്കുന്ന നാൾ മുതൽ, അതായത് നമ്മള് 7 വർഷത്തെ മഹോപദ്രവ കാലം എന്നൊക്കെ പഠിപ്പിക്കുന്നില്ലേ, അതുപോലെ യഥാർത്ഥത്തിൽ AD 62, AD 70 യെരൂശലേം ദേവാലയം നശിക്കുന്നത്. AD 62 അതുപോലുള്ള 7 വർഷമാണ്. ആ വർഷം മഹാവിപത്ത് ആരംഭിക്കാൻ തുടങ്ങുന്ന 62, ആ 62-ലാണ് റോമൻ സൈന്യം വന്ന് യെരൂശലേമിനെ ഉപരോധിക്കുവാനായിട്ട് വരുന്നത്. സോ ആ സമയം മുതൽ അതിന് തൊട്ടു മുമ്പ് ആലയത്തിനകത്ത് വന്നൊരു പ്രവാചകനെ പോലെ താനെ അലറി വിളിച്ച് പറയാൻ തുടങ്ങി, ദാണ്ടെ നിനക്ക് വിരുദ്ധമായിട്ട് വരാൻ പോകുന്നു. അദ്ദേഹം ഏകദേശം 7 വർഷവും 5 മാസവും, അനാനസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ 7 വർഷവും 5 മാസവും ദൈവാലയത്തിന്റെ അകത്ത് ഇങ്ങനെ ശബ്ദിക്കാൻ തുടങ്ങി. അവസാനം ഇദ്ദേഹം തെരുവുകളിൽ ഇങ്ങനെ വിളിച്ചു പോവാൻ തുടങ്ങി: യെരൂശലേമിനെ നിനക്ക് അയ്യോ കഷ്ടം, യെരൂശലേമിനെ നിനക്ക് അയ്യോ കഷ്ടം, യെരൂശലേമിനെ നിനക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് അതിനെതിരെ ശക്തമായ ഭാഷയിൽ താൻ സംസാരിക്കാൻ തുടങ്ങി. ഒടുവിൽ താൻ ഇങ്ങനെ പറഞ്ഞു: യെരൂശലേമിന് മാത്രമല്ല കഷ്ടം, വാവ് ടു മൈസെൽഫ്, എനിക്കും അയ്യോ കഷ്ടം എന്ന് താനെ അലറി വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഒടുവിൽ സംഭവിച്ചത്, റോമൻ പടയാളികൾ, റോമൻ സൈന്യം ഈ ആലയത്തെ വളയുമ്പോഴും താനെ അവിടെ നിന്ന് സംസാരിച്ചു. ഒരു വലിയ മതിലിന്റെ മുകളിൽ അനാനസ് കയറി നിന്ന് യെരൂശലേമേ നിനക്ക് അയ്യോ കഷ്ടം എന്ന് നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പട്ടാളക്കാരന്റെ അദ്ദേഹത്തിന്റെ റോമൻ എഞ്ചിൻസ്, അതായത് ഈ ഷൂട്ട് ചെയ്യുന്ന എഞ്ചിനിൽ നിന്ന് ഒരു സ്റ്റോൺ പുറപ്പെട്ട് മതിലിന്റെ മുകളിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഈ മനുഷ്യനെ വന്നു പതിച്ചു. ഓൺ ദ സ്പോട്ടിൽ താൻ കൊല്ലപ്പെട്ടു. അനാനസ് അങ്ങനെ കൊല്ലപ്പെടുകയാ. അടയാളമായി, മുന്നറിയിപ്പായി, പ്രവാചക ശബ്ദമായി അനാനസ് യെരൂശലേമിന്റെ മുകളിൽ വെളിപ്പെട്ടു നിൽക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ ഉള്ള അടയാളങ്ങളല്ല. ഈ പറയുന്ന അടയാളങ്ങൾ യേശു പറഞ്ഞ വാക്കിന്റെ ഫുൾഫിൽമെന്റ് ആണ്. അതായത് അനേക അടയാളങ്ങളും അനേക ലക്ഷണങ്ങളും ആകാശത്തിൽ നിങ്ങൾ കാണും എന്ന ലൂക്കോസിന്റെ സുവിശേഷം 21:11 കർത്താവ് പറഞ്ഞ വാചകത്തിന്റെ നിവൃത്തി എന്നോണം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വിധമുള്ള അടയാളങ്ങൾ യെരൂശലേമിന്റെ വിനാശത്തോടുള്ള ബന്ധത്തിൽ കാണുവാനിടയായി. ഇത്രയും ഞാൻ പറഞ്ഞ ആ ഭാഗത്തെ വിടുന്നു. നിങ്ങൾക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാൻ നമുക്ക് സാവകാശമില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യെരൂശലേമിനെ നോക്കിയിട്ട് ഇത് അടയാളങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ക്രിസ്തു പറഞ്ഞ ഒരു പ്രധാന കാര്യം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 4-5 വാക്യം: ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആദ്യത്തെ വാക്കാണ്. അന്ത്യകാലത്ത്, അല്ലെങ്കിൽ അന്ത്യകാലം എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നമ്മൾ ജീവിക്കുന്നതിന് മുമ്പുള്ള കാലം അല്ലല്ല, വരുവാനുള്ള കാലം എന്നുള്ള ചിന്ത വേണ്ട. അന്ത്യകാലം എന്ന് യേശുവപ്പം പറഞ്ഞത് യെരൂശലേമിനോടുള്ള ബന്ധം. നമ്മൾ കൃത്യമായിട്ട് ബൈബിൾ പഠിക്കണം. നമ്മൾ മുൻവിധിയോടെ ബൈബിൾ വായിക്കരുത്. നമ്മുടെ പൂർവികന്മാര് പറഞ്ഞു, അവര് പറഞ്ഞു, ഒന്നും നമ്മുടെ ബൈബിൾ വാചനയെ നമ്മൾ സ്വാധീനിക്കരുത്. നമുക്ക് ദൈവവചനം എന്തു പറയുന്നോ അത് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, അത് തുടരാൻ അവകാശം. നമ്മൾ ഒരുപാട് അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ദൈവം നൽകുന്ന ദൈവികമായ വെളിപ്പാടിൽ തിരുവെഴുത്തുകളെ നിങ്ങൾ പഠിക്കുമ്പോഴാണ്. ഇവിടെ ആദ്യമായിട്ട് യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ വന്ന് എന്റെ പേരെടുത്ത് പലരെയും തെറ്റിക്കും. ആദ്യത്തെ മുന്നറിയിപ്പ്. നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തില് യേശു കർത്താവ് പോയ ശേഷം
സ്വർഗ ആരോഹണം ചെയ്ത ശേഷം അനേക ആളുകൾ യേശു ക്രിസ്തുവിന്റെ പേരിൽ ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞു വന്ന് യഹൂദനെ തെറ്റിച്ചിരുന്നു. ആ വന്ന ആളുകൾ എല്ലാവരും തന്നെ, ശ്രദ്ധയോടെ കേൾക്കണം, ആ വന്ന ആളുകൾ എല്ലാവരും തന്നെ ഇസ്രായേലിന്റെ യഹൂദന്മാരുടെ മനോമുകുരത്തിൽ അവർ പ്രതിഷ്ഠിച്ചിരുന്ന മശിഹായുടെ സ്വഭാവത്തോടു കൂടെയാണ്. നമ്മുടെ കർത്താവിനെ എന്തുകൊണ്ടാണ് യഹൂദന്മാർക്ക് അംഗീകരിക്കാൻ പറ്റാഞ്ഞത്? അതിന്റെ ഒറ്റ കാരണം, യഹൂദന് പ്രതീക്ഷിച്ചിരുന്ന മിശിഹ വന്നിട്ട് റോമിന്റെ കയ്യിൽ നിന്ന്, റോമാക്കാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ച് അവരുടെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ആളിനെ ആയിരുന്നു അവർ മശിഹ എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ കർത്താവോ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും മാർഗം തെരഞ്ഞെടുത്തു. തന്നെ തന്നെ ബലിയായിട്ട് കൊടുത്തു, തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ മരണം വരിക്കാൻ വന്ന ഒരാളെ കണ്ടപ്പോൾ യഹൂദന് ഒരു പുച്ഛം. കാരണം അവർക്ക് വേണ്ടത് നല്ല കിലാടിയാണ്, നല്ല സ്ട്രോങ് ഹീറോയാണ്. അവരുടെ നാടിൽ നിന്ന് റോമിനെ അടിച്ചോടിക്കുന്ന വീരശൂര പരാക്രമശാലിയായിട്ട് ഒരാളെ പ്രതീക്ഷിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ അവർ പ്രതീക്ഷിച്ച മശിഹ അല്ല അവിടെ വന്നത്. അവർ പ്രതീക്ഷിച്ച മശിഹ അല്ലായിരുന്നു ഒറിജിനൽ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. യേശു ക്രിസ്തു വന്നപ്പോ അവരൊരു ദാസന്റെ രൂപം എടുത്തു വരികയും ആ ദാസരൂപം എടുത്തു വന്ന് സ്വീകരിച്ചു. അതുകൊണ്ട് യഹൂദന്റെ മനോമുകുരത്തിൽ അവർ പ്രതിഷ്ഠിച്ചിരുന്ന തരത്തിലുള്ള യഹൂദ മശിഹമാര് യേശു ക്രിസ്തുവിന്റെ ഉൽപ്രാവണ ശേഷം യെരുശലേമിൽ വരാൻ തുടങ്ങി. അവരെല്ലാവരും വന്നത്, പ്രധാനമായിട്ട് വന്നത് ഇസ്രായേലിലെ വിരുദ്ധമായി നിൽക്കുന്ന റോമുമായിട്ട് പടപെടാനാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 വ്യക്തികളുണ്ട്. അതിൽ ഒന്നാമത്തെ ആള് ജോൺ ഗിസ്കാല എന്ന സ്ഥലത്ത് നിന്നുള്ള ജോൺ എന്ന് പറയുന്ന ആൾ. രണ്ടാമത്തെ ആള് സൈമൺ ജിയോറ എന്ന് പറയുന്ന ഒരാൾ. ഈ ജോൺ ഗിസ്കാല എന്ന് പറയുന്ന ആളാണ് ഏറ്റവും വലിയ വിനാശത്തിന് കാരണമായത്. അദ്ദേഹം ഞാൻ മശിഹയാണെന്ന് പറഞ്ഞ് ജനത്തെ വശീകരിക്കുകയും ടൈറ്റസ് വന്ന് യെരുശലേം ദേവാലയത്തെ ഉപരോധിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഏകദേശം 1,50,000, ശ്രദ്ധിക്കണേ, 1,50,000 യഹൂദന്മാരെ കൂട്ടിക്കൊണ്ട് യെരുശലേം ദേവാലയത്തിന്റെ അകത്ത് പ്രവേശിച്ചു. നിങ്ങൾക്കറിയാം, യെരുശലേം ദേവാലയത്തിന്റെ അകത്ത് 1,00,000 പേർക്കും സുഭിക്ഷമായി ഭക്ഷിക്കുവാനുള്ള ധാന്യങ്ങളും വീഞ്ഞും എണ്ണയും ഉണ്ട്. അത്ര വലിയ സ്റ്റോർ ഹൗസ് അവിടെ ഉണ്ട്. പക്ഷേ ജോൺ ഗിസ്കാല എന്ന് പറയുന്ന ആള് പറഞ്ഞു, യഹോവ തന്റെ ആലയത്തെ സൂക്ഷിക്കും, യഹോവ തന്റെ ഭക്തന്മാരെ സൂക്ഷിക്കും. ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ച ഈ 1,50,000 പേര് ഇതിനകത്തിരുന്ന് യഹോവ വിടുവിക്കും, ഈ വന്ന് നിൽക്കുന്ന ആളാണ് മിശിഹ എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കുകയും അവർ അവിടെ തുടരുകയും ചെയ്തു. ഇദ്ദേഹം ഒരു വലിയ മശിഹയാണെന്നും ഇദ്ദേഹം ദൈവത്താൽ അയക്കപ്പെട്ട ആളാണെന്നും കാട്ടാൻ വേണ്ടി ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു. യെരുശലേം ദേവാലയത്തിന്റെ അകത്തെ ഭണ്ഡാരങ്ങളിൽ സൂക്ഷിച്ചിരുന്ന ധാന്യവും വീഞ്ഞും എണ്ണയും മൊത്തം, അദ്ദേഹം പ്രത്യേകിച്ച് ധാന്യം മുഴുവൻ തീയിട്ട് ചുട്ടുകളാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഭണ്ഡാരത്തിനകത്തെ സകല ധാന്യവും പുള്ളി തീയിട്ടകൽ എന്ന് പറഞ്ഞ പുള്ളി പറയുന്നത്, ഇത് കത്തിച്ചിട്ട് പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും, താൻ ദൈവത്തിന്റെ ദാസന, ഇപ്പൊ യഹോവ കരുതാൻ പോകുക, ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ചു തരും എന്നുള്ള വിചാരത്തിൽ ഇത് കത്തിച്ചു കൊള്ളും. ഇത് കണ്ട ജനം ഇദ്ദേഹം മശിഹയാണെന്ന് വിചാരിച്ചു, ഇദ്ദേഹത്തിന്റെ പുറകെ നിന്നു. അതേസമയം യെരുശലേമിനെ ഉപരോധിച്ച് ജനത്തിന് പുറത്തു വരാൻ പറ്റാതെയായി, വാതിൽ ക്ലോസ് ചെയ്തു, വലിയ കിടങ്ങുകൾ ചുറ്റുമുണ്ടാക്കി റോമിനെ നിരോധിച്ചു. 1,50,000 ആളുകൾ ടൈറ്റസ്, നിങ്ങൾ ശ്രദ്ധിക്കണം, 1,50,000 ആളുകൾ ടൈറ്റസ് യെരുശലേമിനെ പിടിച്ച് വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ 1,50,000 ആളുകളാണ് യെരുശലേമിന്റെ അകത്ത് മരിച്ചു കിടന്നത്. അവരുടെ ശവങ്ങൾ അവിടെ പുഴുത്ത് വളരെ ദുർഗന്ധവും മഹാവ്യാധിയും, നമ്മൾ പറയുന്ന കൊറോണയല്ല കേട്ടോ, മഹാവ്യാധികൾ ഉണ്ടായി. കാരണം 1,50,000 ആളുകൾ യെരുശലേമിന്റെ അകത്ത് കൊല്ലപ്പെടുന്നു. പറഞ്ഞാൽ ടൈറ്റസ് യെരുശലേമിനെ നശിപ്പിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് വാൾ എടുക്കേണ്ടി വന്നില്ല. എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. കാരണം ഇത്ര ബഹുജനതയ്ക്ക് നാശം വന്നതിന്റെ കാരണം ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ഇതിനകത്ത് കയറി ജനത്തെ വഞ്ചിച്ചതാണ്. ജോൺ ഗിസ്കാല അത്ര വലിയ നീചമായ ഒരു പ്രവൃത്തി ചെയ്തു, താൻ വഞ്ചിച്ചു. മിശിഹയുടെ ആദ്യത്തെ സൂചന, ആരും നിങ്ങളെ
തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ അനേക ക്രിസ്തുക്കൾ വരുമ്പോൾ നമ്മളിപ്പോ ഇവിടെ പ്രസംഗിക്കുന്ന പാസ്റ്റർമാരോ പ്രവാചകന്മാരോ ഒന്നും അല്ല. ഇപ്പൊ നമ്മൾ ആളുകളെ കുത്താൻ പറയാം അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്, അന്ത്യകാലത്തെ കള്ളപ്രവാചകന്മാരും. അതല്ല പ്രിയപ്പെട്ടവരെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് യേശു കർത്താവ് ദൈവാലയത്തിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം വരുന്നു, അതിന്റെ ലക്ഷണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പൻ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. അടുത്തത്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ വന്ന് എന്റെ പേരെടുത്ത് തന്നെ തെറ്റിക്കും എന്ന് പറഞ്ഞിട്ട് താഴെ പറഞ്ഞ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിപ്പിൻ എന്ന് യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ലൂക്കോസിന്റെ സുവിശേഷം 21:28 പറഞ്ഞു, now when these things begin to take place straighten up and rise your head. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തലകൾ ഉയർത്തി, നിങ്ങൾ നിവർന്ന തലകളെ ഉയർത്തുവിൻ, കാരണം നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നൊരു സൂചന ഇവിടെ കൊടുത്തിരിക്കുന്നു. വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ ഈ വരവിനെ കുറിച്ച് ധാരാളം സൂചനകൾ നൽകിയതായിട്ട് കാണാൻ പറ്റും. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ, അതായത് ഈ മുന്നറിയിപ്പുകൾ ഇവർ കൊടുത്തതിനെ കുറിച്ച് ഇതിനോട് ബന്ധത്തിൽ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം, നിങ്ങൾക്കിത് നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്തു. 13-ാം അധ്യായം 11-12 വാക്യം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ഇത് എഴുതുന്ന കാലഘട്ടം ശ്രദ്ധിക്കണം. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, the salvation is nearer to us now than when we first believed. The night is far off, far gone, and the day is at hand. ഇത് എന്തിന്റെ സൂചനയാണ്? റോമിൽ താമസിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിന് ദൂത് കൊടുക്കുന്നു, സമയം അടുത്തിരിക്കുന്നു, മുന്നറിയിപ്പാണ്. ഈ വാക്യം എടുത്തിട്ട് ഞാൻ ഇന്ന് ഇത് ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിച്ചാൽ സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? എന്റെ സഹോദരന്മാരെ, തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ അതിനൊരു കോണ്ടെക്സ്റ്റ് വാല്യൂ ഉണ്ട്, അതിനൊരു പശ്ചാത്തലമുണ്ട്, അതിന് എഴുതിയതിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു ഓഡിയൻസ് റെലവൻസ് ഉണ്ട്. ആർക്കെഴുതി, എപ്പോൾ എഴുതി, എന്തിനെഴുതി എന്ന് പറയുന്ന വളരെ പ്രാധാന്യമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഈ എല്ലാ വാക്യങ്ങളുടെ പുറകിലുണ്ട്. പൗലോസ് എന്തിനെയാ സൂചിപ്പിച്ചെന്ന് നോക്കിയേ? സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ സംഭവിക്കാൻ പോകുന്ന ഒരു വിനാശത്തിന് സമയം അടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ഇനി നമ്മുടെ കാലമല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ, ഇത് ആ കാലഘട്ടത്തോടുള്ള മുന്നറിയിപ്പ്. രണ്ടാമത്തെ ഒരു വാക്യം ഇവിടെ നോക്കിയേ, ഫിലിപ്പിയ ലേഖനം. ഇത് പൗലോസും അപ്പോസ്തലന്മാരെല്ലാം തുടരെ ആവശ്യപ്പെട്ടു. കാരണം ലോകം അന്ന് ക്രിസ്തീയ സഭ ഉള്ളിടത്ത് എല്ലായിടത്തും സംഭവിക്കാൻ പോകുന്ന ഒരു വിനാശത്തെക്കുറിച്ചും ഒരു ന്യായവിധിയെക്കുറിച്ചും ഒരു വലിയ സംഭവത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ചോദ്യം, പൗലോസ് സത്യം പറഞ്ഞോ കള്ളം പറഞ്ഞോ? പൗലോസ് യഥാർത്ഥ പ്രവാചകനോ കള്ളപ്രവാചകനോ? ഫിലിപ്പിയ ലേഖനം എഴുതുക, തടവറയിൽ വെച്ച് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ താൻ പറയുകയാണ്, ഇയാള് ഇത് പരിശുദ്ധാത്മാവിൽ എഴുതിയ വാക്യല്ലേ? ആ ജനതയ്ക്ക് വേണ്ടി എഴുതുകല്ലേ? ആ ജനതയ്ക്ക് എഴുതുമ്പോൾ താൻ പറയുക, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. കമ്മിങ് ഓഫ് ദ ലോർഡ്. അതിന്റെ അർത്ഥം എന്താ? അത് കൃത്യമായി ആ ജനതയോടുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന എനിക്കോ
എന്നെ കേട്ടോണ്ടിരിക്കുന്ന ജോഷിക്കോ, സിജോയ്ക്കോ, ബ്ലസനോ, ഗിബ്സനോ ഒന്നും ഉള്ള ദൂതല്ല. കർത്താവ് വരാൻ അടുത്തിരിക്കുന്നുണ്ട്. അത് ഫിലിപ്പിയരോടുള്ള ദൂതാണ്. വലിയ പ്രശ്നമാണിത്. അപ്പൊ ദൈവവചനത്തിന് കാലാവധി കഴിഞ്ഞു, എക്സ്പയർ ആയി പോയെന്നൊന്നും ചോദിക്കരുത്. ചില വാക്യങ്ങൾ കൃത്യമായ മുന്നറിയിപ്പുകളായിട്ടാണ് ബൈബിൾ പ്രസ്താവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ട്, ദൈവവചനം നന്നായിട്ട് പഠിച്ചു നോക്കാം. അതുപോലെ തന്നെ എബ്രായ ലേഖനം 10:37 നോക്കി. എബ്രായർ 10:37 അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഇനി എത്രയും അല്പം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കില്ല. ഇതാർക്കെത്തുക? യെരുശലേമിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, യഹൂദന്മാർ പീഡനം ആരംഭിച്ച സമയത്ത് പീഡനം സഹിക്കാൻ കഴിയാതെ അവരുടെ യഹൂദ മതത്തിലേക്ക് തിരിച്ചുപോയി. യേശുക്രിസ്തുവിനെയും അവരെ രക്ഷിച്ച രക്തത്തെയും അവരെ വിടുവിച്ച ദൈവകൃപയെയും അവഗണിച്ച് യെരുശലേമിലേക്ക് തിരികെ പോകുന്ന ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്താ മുന്നറിയിപ്പ്? ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. നോക്ക്, സൂചനകൾ നോക്കിക്കേ. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, റോമാലേഖനത്തിൽ പറയുന്നു, എബ്രായ ലേഖനത്തിൽ പറയുന്നു, ലേഖനങ്ങളിൽ ആവർത്തിച്ച് പറയുക, തീർന്നിട്ടില്ല. കർത്താവിന്റെ സഹോദരൻ, യേശുക്രിസ്തുവിന്റെ സഹോദരൻ യാക്കോബ് യേശുവിന്റെ സഹോദരനാകട്ടോ. യാക്കോബ് എഴുതിയ ലേഖനം 5:8 വായിച്ചു നോക്കിക്കേ. 5:8 നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുന്നവർ തിരുവെഴുത്തുകൾ വിശ്വസിക്കുന്നവരല്ലേ? യാക്കോബ് എഴുതുന്ന കോണ്ടെക്സ്റ്റിൽ എഴുതുക, കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്കിന് 2000 വർഷത്തെ ദൈർഘ്യമുണ്ടോ? നമുക്ക് മുൻവിധികളെല്ലാം മാറ്റിയത്. ദൈവം നിങ്ങളെ വഴക്ക് പറയത്തില്ല. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടൊന്നും നിങ്ങളെ കർത്താവ് വഴക്കൊന്നും പറഞ്ഞില്ല. അയ്യോ എന്റെ മോൻ ചിന്തിച്ചു, സ്വർഗത്തിൽ പോകാതിരിക്കത്തില്ല, പേടിക്കണ്ട. അങ്ങനെയുള്ള ഭയമൊക്കെ മാറ്റിക്കേ. കൃത്യമായിട്ട് നിന്നൊക്കെ യാക്കോബ് 2000 ഇയേഴ്സിന് മുമ്പ് എഴുതുന്നു, നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ഇത് യേശുനാഥൻ ചുമ്മാ പറഞ്ഞിട്ട് പോയതല്ല. യേശുവിന്റെ അപ്പോസ്തലന്മാർ, യേശുവിന്റെ സഹോദരൻ, യേശുവിന്റെ മരണത്തിന് ശേഷം വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ്, ഇവരെല്ലാവരും ഈ കാര്യങ്ങൾ തീർന്നില്ല. തമ്പുരാന്റെ നിഴൽ പോലെ പിൻഗമിച്ച ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പത്രോസ് എന്നാണ്. അങ്ങേര് പറഞ്ഞു നോക്കി, 1 പത്രോസ് 4:7 എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. സൂചനകളാ. എന്തൊക്കെയോ സൂചനകൾ എല്ലാ ലേഖനകർത്താക്കന്മാരും സഭയ്ക്ക് കൊടുത്തോണ്ടിരിക്കുക. പത്രോസ് ലേഖനം എഴുതുമ്പോഴും, പൗലോസ് എഴുതുമ്പോഴും, ഫിലിപ്പർക്ക് എഴുതുമ്പോഴും, റോമർക്ക് എഴുതുമ്പോഴും, എബ്രായർക്ക് എഴുതുമ്പോഴും ഒക്കെ സൂചനകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. സമീപിച്ചിരിക്കുന്നു. ഓൾ തിങ്, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് എഴുതിക്കുന്നു, the end of all things at hand. End of all things at hand. എല്ലാറ്റിന്റെയും സമാപനം, അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. is talking about the first century Christians. Is talking about the coming of the Lord. Is talking about the destruction of Jerusalem. Is talking about the end of the world. Is talking about the end of the age. These cautions, the warning signs, the apostles were preaching this message to everywhere. ഒറ്റക്കാരി കൂടെ തീർന്നില്ല. തമ്പുരാന്റെ മാറോടെ ചാരിയുന്ന ഒരു മനുഷ്യനാണ് യോഹന്നാൻ. താനൊരു ലേഖനം എഴുതി. ആ ലേഖനം 1 യോഹന്നാൻ 2:18. ഞാൻ ഈ വാക്യങ്ങളെല്ലാം തരുന്നത് തിരുവെഴുത്ത് എങ്ങനെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ. 1 യോഹന്നാൻ 2:18. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യ നാഴികയാകുന്നു. എന്താ പറയുക? ഇത് അവസാനത്തെ മണിക്കൂറാകുന്നു. ഇവരെല്ലാം കൂടെ വട്ടന്മാരാണ്, ചുമ്മാ ഇരുന്നിട്ട് 2000 വർഷത്തിന് മുമ്പ് അന്ത്യ മണിക്കൂറാകുന്നു പറയാം. നമ്മുടെ അച്ചാച്ചന്മാരെ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം അറിയോ? പ്രിയപ്പെട്ടവരെ, 2000 വർഷത്തിന് മുമ്പ് ഇത് അന്ത്യ മണിക്കൂറാണെങ്കിൽ
ഇപ്പോൾ നാം അന്ത്യ സെക്കൻഡിലായിരിക്കുന്നു. 2000 വർഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് 1 മണിക്കൂറാണ്. Come on, people of God, open up your eyes. നിങ്ങളുടെ ഹൃദയം തുറക്ക്. ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിന്റെ പണി നടക്കണോ, സത്യമായ ഒരു ഉണർവ് ഇനിയും ഭാരതത്തിലോ ലോകത്തിലോ സംഭവിക്കണോ, അന്ത്യകാലത്തെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ഓരോ ദൈവവചനം ഉണ്ടാവണം. ഇത് ധൈര്യമായി ലോകത്തോട് പറയണം. ഇതാണ് സുവിശേഷം. സുവിശേഷത്തിനകത്ത് ഇനി ന്യായവിധി വരുന്നു, അന്തിക്രിസ്തു വരുന്നു, 660, ഇതൊന്നും സുവിശേഷമല്ല. ഇത് വെറും ചവറാണ്. ഇതെല്ലാം കൂടെ ലോഡിൽ കെട്ടി വിളപ്പുശാലയിൽ ഇരിക്കുന്ന ആളുകളുണ്ട് പണകണ്ട. നമ്മുടെ വേസ്റ്റ് എല്ലാം കൊണ്ടെടുത്തൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അവിടെ കൊണ്ടിടണം. ഒരു വലിയ ലോറിക്കകത്ത് ഈ ചവറുകളെ കയറ്റി കൊണ്ട് കളയണം. ഇത് ദൂരേക്കെടുത്ത് എറിയേണ്ട സമയം കഴിഞ്ഞു. ഞാൻ വെറുതെ പറയില്ല. ഞാനും നിങ്ങളും ഒക്കെ എവിടെയെങ്കിലും കുരുങ്ങിക്കിടക്കുന്നെങ്കിൽ അന്ത്യകാല ശാസ്ത്രത്തിനുള്ള ബന്ധത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ തുറന്നിട്ടാൽ നമുക്ക് ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാവും. നമ്മൾക്ക് ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മൾ എല്ലാറ്റിന്റെയും നാശം മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. ഞാൻ നമ്മുടെ പ്രവചനം പോലെ പറയാം, കൊറോണ ഒരിക്കലും വിനാശമല്ല വരുത്താൻ പോകുന്നത്. എഴുതി വെച്ചു. കൊറോണയ്ക്ക് ശേഷം ഏറ്റവും ശുഭവും ഏറ്റവും മനോഹരവും ഏറ്റവും സമർത്ഥവുമായ എല്ലാ നിലയിലും അനുഗ്രഹപ്രദമായ ഒരു പുതിയ ലോകം ഉണ്ടാകാൻ പോകും. ശുശ്രൂഷകന്മാർ ശ്രദ്ധിച്ചോ, ഇതിനു ശേഷം നിങ്ങളുടെ മിനിസ്ട്രി ഇന്നായിരിക്കുന്നതിൽ 100 മടങ്ങ് മാറാൻ പോവുക. നിങ്ങളുടെ സഭകളുടെ മുഖച്ഛായ മാറാൻ പോവുക. നിങ്ങളുടെ ബിസിനസിന്റെ രംഗം മാറാൻ പോവുക. ഇത് നാശമല്ല വരുത്താൻ പോകുന്നത്, ഇത് ലോകത്തെ മൊത്തം പുഷ്ടിപ്പെടുത്താൻ പോകും. ആമേൻ. ഇതിന്റെ ശേഷം പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം, മരിച്ചവരെ ഉയർപ്പിക്കുന്നു നിങ്ങൾ ഇന്നലെ പ്രസംഗിക്കും, പക്ഷെ മരിച്ചവരെ ഉയർപ്പിക്കുന്നവർ നാളെ എഴുന്നേറ്റിരിക്കും. ഇത് കണ്ടിട്ട് മനം മടുത്തിരിക്കുന്ന ദൈവാസന്മാരുണ്ട്. കർത്താവേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അയ്യോ എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ? നിന്നെ നാളെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഒരു ശുഭതയുള്ള കാലം വരാൻ പോകുന്നു, മഹത്വമുള്ള ഒരു ഭാവി വരാൻ പോകുന്നു. എല്ലാം പച്ച പിടിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാക്ക് നിങ്ങൾ എഴുതി വെച്ചോ. ഇത് അന്നൊരിക്കൽ നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പുറത്തുപോയി കടന്നു വന്ന പ്രാവിന്റെ ചുണ്ടിലെ ഒലിവല പോലൊരു സന്ദേശമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നശിച്ചിട്ടില്ല, തകർന്ന ലോകത്തിൽ നാമ്പ് മുളച്ചിരിക്കുന്നു, ഒലിവിന്റെ ഇല തളിർത്തിരിക്കുന്നു, സമാധാനത്തിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയുന്നു. ഇതിനുശേഷം ഏറ്റവും സമർത്ഥമായ ഏറ്റവും മനോഹരമായ ഒരു ശുഭതയുടെ കാലം ഉണ്ടാകാൻ പോകും. ആമേൻ. നിങ്ങളുടെ ശുശ്രൂഷ കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷം എന്ന് പറയാൻ പോവുക. AD BC എന്നല്ല ഇനി പറയാൻ പോകുന്നത്. ആഫ്റ്റർ, ബിഫോർ കൊറോണ ആൻഡ് ആഫ്റ്റർ കൊറോണ. God is changing the nations. God is changing the society. God is changing the church. നമ്മൾ ഒരു ബാഡ് ഫ്യൂച്ചർ പ്രതീക്ഷിക്കുന്നവരല്ല. We are expecting a glorious future because Christ, the hope of glory, lives inside of you. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ അടഞ്ഞിരിക്കുന്നു, സാമ്പത്തികമായി തകർന്നിരിക്കുന്നു, ഒറ്റപ്പെട്ടിരിക്കുന്നു, ആർക്കും വേണ്ടാതിരിക്കുന്നു. ഹേ, ലോകത്തിൽ ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തി മൂലക്കൊതുക്കിയവൻ റോക്കറ്റ് വേഗത്തിൽ പറന്നു വരുന്നത് നിങ്ങൾ കാണാൻ പോകും. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം ആർക്കും കടക്കാരനല്ല. Thank you, Holy Spirit. Glorious days are coming. Glorious days are coming. It's a prophetic utterance, and this is the olive branch. Expect it. I know 99% of Christians, they are suffering. They are fearing. Even the ministers of God, they are fearing. So many damages in the family, so many instabilities in the churches, so many insecurity among believers. But we people, those who are hearing me tonight, you are going to become a peace bearer. നിങ്ങൾ ഒലിവിന്റെ ഇല ചുമക്കുന്ന പ്രാക്കളാക്കി മാറാൻ പോവുക. വർഷങ്ങളായി ഇത് ഞാനിത് പഠിച്ചപ്പോ ദൈവാത്മാവിനോട് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ഈ വെള്ളപ്പൊക്കം വന്ന് ഒരു കുറച്ച് ആളുകളും മൃഗങ്ങളെല്ലാം കൂടി ഈ പെട്ടകത്തിനകത്ത് കയറി. ഈ പെട്ടകത്തിനകത്ത് ഇരുന്ന പോലെ ഇപ്പൊ ജനത്തിരിക്കുന്നത്. ഈ പെട്ടകത്തിലിരിക്കുന്ന ജനത്തിന് ഇനിയും വരേണ്ടത് കാക്കയുടെ ചുണ്ടിലെ ഈ 2 തരം മെസ്സേജാണ് ഉള്ളത്. ശ്രദ്ധിച്ചോണം. ഇത് ഞാനൊരു ദൈവദൂതാ പറയുന്നത്. 2 തരം മെസ്സേജുകളാണുള്ളത് ഈ പെട്ടകം. ഈ അടച്ചിരിക്കുന്ന പെട്ടകത്തിന്റെ അകത്ത് 2 ടൈപ്പ് ഓഫ് മെസ്സേജ് കേൾക്കുന്നുണ്ട്. ഒന്ന്,
വന്നും പോയി നിൽക്കുന്ന കാക്കയുടെ മെസ്സേജ്. ഈ കാക്കയുടെ പ്രത്യേകത, അവൻ പോയും വന്ന് നിൽക്കുക. അതിന്റെ അർത്ഥം അവന് ശവങ്ങൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഉള്ള ശവവും അഴുക്കും മരണവും ഒക്കെ കൊത്തി തിന്ന് ഇടയ്ക്കിടയ്ക്ക് പെട്ടകത്തിൽ വരും, തിരിച്ചു പോകും. ഇദ്ദേഹത്തിന്റെ സന്ദേശം, ഇദ്ദേഹത്തിന്റെ ചുണ്ടിൽ ചത്തുപോയതിന്റെ ഗന്ധമാണ്, ഇവന്റെ ചുണ്ടിൽ മരണഗന്ധമാണ്, ഇവന്റെ ചുണ്ടിൽ നശിച്ചു പോയതിന്റെ ദൂതാണ്, നാശത്തിന്റെ ദൂതുമായിട്ട് കാക്കകൾ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇഷ്ടം പോലെ കാക്കകൾ. പക്ഷെ കാക്ക പോയി പിന്നെ തിരിച്ചു വന്നില്ല. കാരണം കാക്കയ്ക്ക് പെട്ടകവുമായിട്ട് ബന്ധമില്ല. അത് കഴിഞ്ഞപ്പോ പ്രാവിനെ വിട്ടു. പ്രാവ് പോയി. ആദ്യം പോയിട്ട് കാല് കുത്താൻ സ്ഥലമില്ല, പാവം തിരിച്ചു വന്നു. രണ്ടാമത്തെ പ്രാവശ്യം പോയി കാല് കുത്താനുള്ള സ്ഥലം കുത്തി, അവിടെ ഇല കണ്ടു, ആ ഇലയുമായിട്ട് തിരിച്ചു വന്നു. കാക്കച്ചുണ്ടും പ്രാവിൻ ചുണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ടവരെ. കാക്കച്ചുണ്ട് ദുർഗന്ധമാ, കണ്ടംനേഷനാ, നാശമാ, ഭയമാ, ഭീഷണിയാ, ഭീകരതയാ, ദുർഗന്ധമാ, മരണമാ. പക്ഷെ പ്രാവിന്റെ ചുണ്ടിൽ നവജീവൻ, പുതുജീവൻ, റിസറക്ഷൻ, ഇമോർട്ടാലിറ്റി, ജീവന്റെ നദി, ജീവജലം. അതിന്റെ ചുണ്ട് ലോകത്തോടെ വിളിച്ചു പറഞ്ഞു, ഭൂമി അവസാനിച്ചിട്ടില്ല, തീർന്നിട്ടില്ല, പുതിയത് മുളച്ചു തുടങ്ങി. ഹല്ലേലൂയ. പുതിയത് മുളച്ചു തുടങ്ങി. ഓരോ വീടുകളിലും വിളിച്ചു പോയി പറ, പുതിയത് മുളച്ചു തുടങ്ങി, പുതിയത് മുളച്ചു തുടങ്ങി. ഭൂമി തീർന്നിട്ടില്ല, ന്യായവിധി കൊണ്ട് അവസാനിച്ചിട്ടില്ല, ആരംഭിച്ചെന്ന് വിളിച്ചു പറ. ഓരോ വീടുകളിൽ വിളിച്ചു പറ, പുതിയത് വരെ. നിങ്ങൾ ഇന്ന് പറയുന്നതെല്ലാം പ്രവചനമായി മാറാൻ പോകും. ഞാനിത് വെറുതെ സുഖലോലുപതയുടെ മെത്തപ്പുറത്തിരുന്ന് പറയുകയല്ല, ജീവിതത്തിന്റെ കഠിനമായ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്. പൗലോസിന്റെ ഭാഷ പറഞ്ഞ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് വിളിച്ചു പറയുകയാ. ഇത് പറയുന്ന നിങ്ങളിൽ ജീവൻ വെളിപ്പെടുകയാണ്, ജീവൻ വെളിപ്പെടുകയാണ്, ജീവൻ വെളിപ്പെടുകയാണ്. അപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ പ്രാക്കളായിരിക്കണം. നിങ്ങളുടെ നാവിൽ ന്യൂ ലൈഫ് മെസ്സേജ് ആയിരിക്കണം. ആമേൻ. ഈ തലമുറയ്ക്ക് ആവശ്യം അതാണ് പ്രിയപ്പെട്ടവരെ. ചത്തു കിടക്കാൻ, മരണം കാത്തു കിടക്കുന്നോട് പറ, അവസാനിച്ചിട്ടില്ലെന്ന് പറ. പറ പോയി. കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് വാ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. തീർന്നിട്ടില്ലെന്ന് പറ, എല്ലാം അവസാനിച്ചിട്ടില്ലെന്ന് വിളിച്ചു പറ. എത്ര പേർക്ക് അങ്ങനെ നാവിൽ ഒരു ബലം ഉണ്ടാകുന്നു? ഞാൻ ആ ഭാഗത്ത് വിടുക. എനിക്ക് കുറച്ചു നേരം അവിടെ നിൽക്കേണ്ടി വന്നു. സ്തോത്രം. Praise the Lord. I'm so excited to talk the word. So they were talking about സമീപിച്ചിരിക്കുന്നു, നാളുകൾ വന്നിരിക്കുന്നു. Because these all at hand, time at hand, ക്രൈസ്റ്റിന്റെ പ്രത്യക്ഷ at hand ആയിരിക്കുന്നു. ഇതെല്ലാം തന്നെ it's not talking about the things that's going to happen after 2000 years. It's talking about to the direct generation, the portions those who are listening that word, to whom they were written. ആർക്ക് ഇത് എഴുതിയോ അവരുമായിട്ട് കൃത്യമായ ഒരു റെലവൻസ് ആ വിഷയത്തിലുള്ള കാര്യം നിങ്ങൾ മറന്നുപോകും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, അനേകർ വന്ന് തെറ്റിക്കും, കള്ളപ്രവാചകന്മാർ എഴുന്നേക്കും. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപാട് കള്ളക്രിസ്തുകൾ വന്നു. നിങ്ങൾക്ക് ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്താം. ആ പുസ്തകം നിങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ ഇന്റർനെറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നിങ്ങൾക്കത് വളരെ പ്രയോജനപ്പെടും. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്. ഇതിന്റെ എഴുത്തുകാരന്റെ പേര് ജോർജ് പീറ്റർ ഹോൾഫോർഡ് എന്നാണ്. ജോർജ് പീറ്റർ ഹോൾഫോർഡ്, HOLFORD. അത് 1805, അതായത് നമ്മുടെ ഈ പെന്തിക്കോസ്ത് സമൂഹത്തിലെ ഈ യേശുവിന്റെ രഹസ്യവരവ് പരസ്യവരെന്നുള്ള ഡാർബിയുടെ സിദ്ധാന്തം നമുക്ക് വരുന്നതിനൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന ഒരു ദേവദാസൻ എഴുതിയ പുസ്തകം. അദ്ദേഹത്തിന്റെ ജോർജ് പീറ്റർ ഹോൾഫോർഡ്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം, an absolute and irresistible proof of the divine origin of Christianity. ഭയങ്കര പുസ്തകമാട്ടോ. എൻ്റെ കൈവശം ഉണ്ടത്. ഇത് അയക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ നോക്കാം. നിങ്ങൾക്ക് അവിടെ നിന്നത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. The Destruction of Jerusalem, the absolute and irresistible proof of the divine origin of Christianity. It's a beautiful book. ജെറുസലേം ദേവാലയത്തിന്റെ പതനത്തെ കുറിച്ച് വളരെ ഹിസ്റ്റോറിക്കലി വെളിപ്പെടുത്തി ഞാൻ വായിച്ചതിൽ ഏറ്റവും മനോഹരമായ പുസ്തകമാണ്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് മൈ ഇൻഫർമേഷൻസ് ഒറിജിനൽ ഒതന്റിക് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ ആ പുസ്തകത്തിൽ തന്നെ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. സോ അദ്ദേഹം അതിനകത്ത് അന്ത്യക്രിസ്തുവിനെ കുറിച്ച് ഒരുപാട് ലിസ്റ്റ് പറയുന്നുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം കൂടെ നമുക്ക് വിശദീകരിക്കാനുള്ള ടൈമിൽ നിങ്ങൾക്ക് ആ പുസ്തകം ഞാൻ സജസ്റ്റ് ചെയ്തു. ഐ റെക്കമെൻഡ് യു ടു റീഡ് ദാറ്റ് വൺ. സോ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകേണ്ടത് യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. ഇത് പ്രധാനപ്പെട്ടൊരു
അടയാളമാണ്. നമ്മളിത് സാധാരണ ലോകത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പം പാലസ്തീൻ യുദ്ധം, നമ്മളിപ്പോ നമ്മൾ ഇതെങ്ങനെ വ്യാഖ്യാനിക്കുന്നത് അറിയാമോ? ഈ സംഭവം നമ്മൾ വ്യാഖ്യാനിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ യുദ്ധം, ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം, ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധം, യുദ്ധത്തെ കേൾക്കുന്നു, യുദ്ധശ്രുതി കേൾക്കുന്നു. സദാം ഹുസൈൻ വന്നപ്പോ പറഞ്ഞുകൊണ്ട് യുദ്ധശ്രുതി കേൾക്കുന്നു, യേശു വാതുക്കലായിരിക്കുന്നു. സദാമും ചത്തു, അവന്റെ പ്രേതവും ചത്തു. സദാമിന്റെ പ്രേതം വരെ ചത്തുപോയി, എന്നിട്ടും യേശു വന്നിട്ടില്ല. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവർ, എപ്പം യുദ്ധം ഉണ്ടായാലും നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര വേദന, പ്രശ്നം. കുവൈറ്റ് യുദ്ധം ഉണ്ടായപ്പോ പറഞ്ഞ് യേശു വരാറായി, കുവൈറ്റിൽ നിന്ന് എവിടെ ചാടിയോടെ വന്നു, യേശു വന്നുമില്ല, പട്ടിണിയായി. യേശു വന്നില്ലെന്നറിഞ്ഞപ്പോഴത്തേന് വീണ്ടും പെട്ടിയെടുത്ത് വീണ്ടും കുവൈറ്റിൽ പോയി. എന്ത് കഷ്ടം! നമ്മളൊരു പട്ട് കയറിയ ഓടുക. ഞാൻ തുറന്ന പറഞ്ഞു, നിങ്ങൾക്ക് വേണേ വിശ്വസിച്ചാൽ. ഇപ്പൊ ചിലർ പറയും, ജോണിച്ചാ ഇത് ശരിയാണോ ഗുരു? നിങ്ങൾക്ക് വേണേ വിശ്വസിക്കും, ഞാൻ എന്തായാലും ഈ പൊട്ടത്തരം വിശ്വസിക്കൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. കാരണം ചില കാര്യങ്ങൾ യേശു തന്നെ പറഞ്ഞിട്ടുണ്ടറിയുമോ? യേശുവിനറിയാം ചിലതൊന്നും വിശ്വസിക്കൂല. അപ്പൊ യേശു പറഞ്ഞൊരു വാചകം ഞാൻ പറയാം, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത്രേ ഉള്ളൂ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓക്കെ, ഇവിടെ ആദ്യമായിട്ട് റോമിന്റെ കാലഘട്ടം, അതായത് യേശുവിന്റെ കാലഘട്ടം, ആ കാലഘട്ടം ലോകത്തിലെ ഏറ്റവും വലിയ റോമിന്റെ സമാധാന കാലഘട്ടമായിരുന്നു. ഒരു പ്രോബ്ലം ഇല്ലാത്ത കാലഘട്ടം. ഈ കാലത്ത് യുദ്ധം എന്ന് കേട്ടാൽ നമുക്ക് പുത്തരിയല്ല. നമ്മൾ മിക്കവാറും ഇപ്പൊ തന്നെ പാലസ്തീൻ ഇസ്രായേൽ വാർ നടക്കുന്നു, അപ്പൊ ഇറാൻ വഴക്കുണ്ടാക്കുന്നു, തുർക്കി വഴക്കുണ്ടാക്കുന്നു, എപ്പോ വേണം യുദ്ധം നടക്കാം. അതിനിടയ്ക്കാണ് സൗത്ത് കൊറിയ കിടന്ന പ്രശ്നം ഉണ്ടാക്കുന്നു. നമുക്ക് എപ്പോഴും യുദ്ധത്തെ കുറിച്ച് നമ്മൾ പത്രങ്ങളിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു പുതുമയല്ല. ആദ്യ നൂറ്റാണ്ടിൽ യുദ്ധം എന്ന് പറയുന്നത് ഒന്നില്ല. കാരണം റോമ കൃത്യമായിട്ട് സകലത്തെ അടക്കി വാണുകൊണ്ടിരിക്കുന്ന സമാധാനത്തിന്റെ കാലം. അപ്പം റോം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമാധാനത്തിന്റെ കാലത്തിലൂടെ പോകുന്ന സമയത്ത് എന്തുണ്ടായി? ഏകദേശം AD 58 ആയപ്പോൾ, ശ്രദ്ധിക്കണേ, AD 70 യെരൂശലേം നശിക്കുന്നത്. AD 58 മുതൽ 63 വരെയുള്ള സമയങ്ങളിൽ പാർത്തിയൻ എംപയർ ഒരു നമ്മുടെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ ആ ഭാഗത്ത്, ഏകദേശം ഒരു നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു സാമ്രാജ്യമാണ്. ആ രാജ്യം റോമുമായി യുദ്ധത്തിന് വന്നു. എന്ന് പറഞ്ഞാൽ മനസമാധാനത്തോടെ ഇരിക്കുന്ന സമയത്ത് റോമുമായി ആദ്യമായിട്ട് AD 58 മുതൽ 63 വരെയുള്ള ആ കാലഘട്ടത്തിൽ യുദ്ധം ആരംഭിക്കും. യുദ്ധത്തിന്റെ ശ്രുതികൾ കേൾക്കാം. അതിനോടുള്ള ബന്ധത്തിൽ തന്നെ ധാരാളം സിവിൽ വാറുകൾ, അത് റോമും അർമേനിയ തമ്മിൽ ഉണ്ടായി, പാർത്തിയ തമ്മിൽ ഉണ്ടായി. അങ്ങനെ ധാരാളം യുദ്ധങ്ങൾ റോമയോടുള്ള ബന്ധത്തിൽ അവരുടെ സഖ്യമായി നിന്ന ആളുകൾ യുദ്ധത്തിൽ ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ദേശത്ത് മൊത്തം, റോം സാമ്രാജ്യം മൊത്തം ഒരു റൂമർ ഓഫ് വാർ, യുദ്ധത്തിന്റെ ശ്രുതികൾ ഇങ്ങനെ മുഴങ്ങുവാനായിട്ട് തുടങ്ങി. ആ യുദ്ധം പലതും കണ്ടിന്യൂ ചെയ്തു, വലിയ വലിയ നിലയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തെന്ന് നമ്മൾ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കും. പാർത്തിയൻ എംപയർ, അർമേനിയ, ഇങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ വലിയ യുദ്ധത്തിൽ ഇടപെട്ടു. റോമൻ സാമ്രാജ്യം സമാധാനത്തിന്റെ കാലത്ത് നിന്ന് അല്പം ചഞ്ചലത്തിന്റെയും പ്രതിസന്ധിയുടെയും കാലത്തിലേക്ക് പോകുവാൻ തുടങ്ങി. അതാണ് അവിടുത്തെ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെ കുറിച്ചും കേൾക്കും എന്നതിന് ഒറ്റ വാക്കിലുള്ള മറുപടി. നമുക്ക് ഇനി ഓരോ യുദ്ധങ്ങളെ ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വേൾഡ് ഹിസ്റ്ററി അല്ല പഠിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കും. അടുത്തായിട്ട് നോക്കിയാൽ, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ, ഒക്കെ സംഭവിക്കണം, എന്നാൽ അത് അവസാനമല്ല. ഈ യുദ്ധമൊക്കെ കേൾക്കുക, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചഞ്ചലപ്പെടേണ്ട, ഇതൊന്നും അവസാനമല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹിസ്റ്റോറിക്കലി ഉള്ള സംഭവങ്ങൾ ചേർത്ത് ഞാൻ പറയാൻ നമുക്ക് അവസരങ്ങൾ, സമയം കുറവായതുകൊണ്ട് ഞാൻ വേഗം അങ്ങ് ക്വിക്കായിട്ട് വിടുകയാണ്. താഴോട്ട് പറയുന്നത് എന്താ? ജാതി ജാതിയോട് എതിർക്കും, ഇത് സംഭവിക്കേണ്ടത് അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ജാതി ജാതിയോട് എതിർക്കും. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് നേഷൻസ് തമ്മിൽ. നേഷൻസ്, ജാതി ജാതി എന്ന് പറയുന്നത് ഹിന്ദു മുസൽമാനും അടി ഉണ്ടാക്കുന്നില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. ഇന്ന് നമുക്ക് കണ്ടിട്ടില്ല, ഇപ്പം ഗുജറാത്തിൽ, ഞാൻ വെറുതെ പറഞ്ഞു, ഗുജറാത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു കലാപം ഉണ്ടായപ്പോൾ കേരളത്തിലെ ദേവദാസന്മാർ പ്രസംഗിച്ചു, ഇത് അന്ത്യകാലത്തിൽ ലക്ഷണമാണ്, ജാതി ജാതിയോട് എതിർക്കും. അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ അയൽവക്കത്തെ രണ്ട് മതക്കാർ തമ്മിൽ അടികൂടിയാൽ ഇത് വാക്യത്തിന് നിവൃത്തിയാണ്. ജാതി ജാതി എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. നേഷൻസ് ആഫ്റ്റർ നേഷൻസ് എന്നാണ്. രാജ്യങ്ങൾ രാജ്യത്തോട് എതിർക്കുന്നു. ജാതി ജാതിയോട്, ഓരോ ജനത അടുത്ത ജനതയോട് എതിർക്കുക. ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകുക.
ഇതൊക്കെ ഞാൻ പ്ലെയിൻ ആയിട്ട് അങ്ങ് പറഞ്ഞു പോവുക. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് നമ്മുടെ ഒറീസയിലെ ഭൂകമ്പം, ഗുജറാത്തിലെ ഭൂകമ്പം, കേരളത്തിലെ സുനാമി, ആഫ്രിക്കയിലെ ജപ്പാനിലെ ഭൂകമ്പം, ഇന്തോനേഷ്യയിലെ ഭൂകമ്പം, നേപ്പാളിലെ ഭൂകമ്പം, പിന്നെ നമ്മുടെ കാറ്റുകള് കേട്ടിട്ടില്ലേ? ഈ നമ്മൾ എന്ത് പ്രസംഗിച്ചാലും ഏതാ എടുക്കുന്നത് നോക്കി. ഇപ്പൊ തന്നെ അന്ത്യകാലത്തിൽ യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം എടുക്കും. ക്ഷാമത്തെ കുറിച്ച് പറഞ്ഞാൽ പറയും ഇപ്പൊ സോമാലിയയിൽ അനേകർ ചത്തു കിടക്കുന്നു, ഇന്ത്യയിലാണ് ചാകാൻ പോകുന്നു, കൊറോണയ്ക്ക് ശേഷം വലിയ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷാമത്തിൽ ചാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ത്യകാലവുമായിട്ട് കണക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇത് മത്തായിയുടെ സുവിശേഷം 24, എവിടെ ക്ഷാമം കണ്ടാലും ഉടനെ അത് മത്തായി 24. പക്ഷെ അതല്ല പ്രിയപ്പെട്ടവരെ. ഈ ക്ഷാമത്തെ കുറിച്ചൊക്കെ, ക്ഷാമം ഉണ്ടാകുമെന്ന് യേശു കർത്താവ് പറഞ്ഞു. ഈ ക്ഷാമത്തെ കുറിച്ച് നമ്മുടെ ബൈബിള് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ AD 63 യെരൂശലേം ദേവാലയം തകർക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്ത് ക്രീത്ത, സ്മിർണ, മിലിത്തസ്, കിയോസ്, സമോസ്, ലവോദിക്ക, ഹേറാപോളിസ്, കൊലോസിയ, കമ്പാനിയ, റോം, ജൂഡിയ, പാമ്പെ, എന്തെങ്കിലുമൊക്കെ പിടികിട്ടിയോ? ഈ രാജ്യങ്ങളിലെല്ലാം ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഭൂകമ്പങ്ങൾ അവിടെ എവിടെയായിട്ടുണ്ടാകുന്നു? ക്ഷാമം ഉണ്ടാകുന്നു എന്ന് അഗബസ് പ്രവചിച്ചു. അത് നമ്മുടെ ബൈബിളിൽ തന്നെ ഉണ്ടല്ലേ? അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 27 എന്നുള്ള വാക്യം നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ അഗബോസ് പ്രവചിക്കുന്നു എന്തുവാ? ഒരു വലിയ ക്ഷാമം വരുവാൻ പോകുന്നു എന്ന് പ്രവചിച്ചു. അത് ക്ലൗഡിയോസ് എന്ന് പറയുന്ന രാജാവിന്റെ, റോമൻ രാജാവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചെന്ന് ബൈബിൾ പറയുന്നു. അത് AD 45-ലാണ്. ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾക്കറിയാമോ? ആ ക്ഷാമം ഒരുപാട് ജൂഡിയ ദേശത്തെയും നന്നായിട്ട് ബാധിച്ചു, ഗ്രീസിനെ ബാധിച്ചു, ഇറ്റലിയെ ബാധിച്ചു. ഏറ്റവും കൂടുതൽ അത് ബാധിച്ചത് ജെറുസലേമിനെയാണ്. ആ ക്ഷാമകാലത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ സൂചന നൽകുന്നുണ്ട്. ആ ക്ഷാമത്തിൽ ജനത്തെ രക്ഷിക്കുവാനായി പൗലോസ് അപ്പോസ്തലൻ സ്തോത്രകാഴ്ച സഭകളിൽ നിന്ന് പിരിച്ചെടുത്ത് യെരൂശലേമിലേക്ക് കൊടുത്തുവിട്ട ചരിത്രം ബൈബിളിലുണ്ട്. പിടികിട്ടിയോ പ്രിയപ്പെട്ടവരെ? ഇപ്പൊ ക്ഷാമം ഉണ്ടാകും, ഭൂകമ്പം, ഇതൊന്നും നമ്മൾ don't explain all these things with the current situation. അല്ല, ഇത് 2000 വർഷം നീണ്ടു നിൽക്കുന്ന ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, ആ യുദ്ധം, ഈ യുദ്ധം, ഇഷ്ടംപോലെ യുദ്ധം, 10,000-കണക്കിന് യുദ്ധം ഭൂമി നടന്നില്ല. എന്നിട്ടും ഈ ചുനാവിന്റെ ആരംഭമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇത് എന്തൊരു പ്രസവമാണോ? ഈറ്റുനോ എന്ന് പറഞ്ഞാൽ തന്നെ ഈ നൊന്താൽ ഉടനെ പ്രസവിക്കണ്ടേ? ഇപ്പം പിള്ള ഉദരത്തിരുന്ന് ചത്ത് കാണും. നിങ്ങൾ 2000 വർഷമായിട്ട് ഭൂമി മൊത്തം യുദ്ധമാണ്. എത്ര ലക്ഷം ഭൂകമ്പം നടന്നു, എന്നിട്ടും അവസാനമായില്ലേ? ഈറ്റുനോവായില്ലേ? ഈറ്റുനോവ് എന്ന് പറഞ്ഞാൽ എന്താ ബ്രദറെ? പ്രസവിച്ച സ്ത്രീയോട് പോയി ചോദിച്ചാൽ മതി, നോവ് കിട്ടിയാൽ അടുത്ത കുറച്ച് മണിക്കൂറിനകത്ത് പ്രസവിക്കുമെന്ന്. 2000 വർഷമായിട്ട് ഇവിടെ നൊന്തുകൊണ്ടിരിക്കുക, പിള്ള ഉള്ളിൽ ചത്തുപോയി. 2000 years and we are going after the same thing. It's already happened, brothers. It is happened in that generation. കാരണം ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നിങ്ങളോടും എന്നോടുമുള്ള അടയാളമല്ല. യെരൂശലേമിന്റെ കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരാൻ പോകുന്നു. അതിനെക്കുറിച്ചുള്ള അടയാളങ്ങളാണ് യേശു കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആമേൻ. You know why I'm strongly preaching this? കാരണം I was also deceived by these all things for many years. That's why I'm boldly preaching these all things to you. ഇത് ക്ഷാമം ഉണ്ടാകും. ക്ഷാമം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2015 ഒരു ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഞാൻ എന്റെ കയ്യിൽ ഉണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരു ക്ഷാമം കാരണം 1 മില്യൺ 10 ലക്ഷം പേര് മരിച്ചുപോയി. 10 ലക്ഷം പേര് കൊല്ലപ്പെട്ടു, ക്ഷാമം, പട്ടിണി കാരണം മരിച്ചത്. അതുപോലെ തന്നെ 1900 മുതൽ 10 വർഷം ഏകദേശം 27 മില്യൺ ആളുകൾ മരിച്ചു. 27 മില്യൺ. ഞാൻ ലിസ്റ്റ് ഒന്നും വായിക്കുന്നില്ല. മില്യൺസ്, 14 മില്യൺ പേര് 1940, 1950, 1960-കളിൽ 14 മില്യൺ ആളുകൾ കൂടുതൽ മരിച്ചു. 1.4 മില്യൺ ഡൈഡ് ഇൻ ഫാമിൻ. 1990-ൽ മരിച്ചു. 6 മില്യൺ ആളുകൾ 2000-ലും 2015-ലും ഇടയ്ക്ക് മരിച്ചു. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ക്ഷാമം കേൾക്കും. ക്ഷാമം ഇന്നുണ്ട്, ക്ഷാമം നാളെ ഉണ്ട്. ഇന്നും ഒരുപാട് പേര് ക്ഷാമത്തിൽ മരിക്കുന്നു. ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ ക്ഷാമം എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ശ്രദ്ധിക്കണം. യെരൂശലേമിലെ ക്ഷാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്.
ആവർത്തന പുസ്തകം 28-ാം അധ്യായം, നിങ്ങൾ അതിന്റെ 56 മുതലുള്ള വാക്യങ്ങളാണെന്ന് തോന്നുന്നു, പോയി വായിക്കുക. അവിടെ ക്ഷാമം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നും തങ്ങളുടെ മക്കളെ ഭക്ഷിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഭക്ഷിച്ചിരുന്ന കാലഘട്ടം യെരൂശലേമിലുണ്ടായി. ഉണങ്ങിയ ചാണകം ഭക്ഷിച്ച കാലഘട്ടം യെരൂശലേമിലുണ്ടായി. അവരുടെ വസ്ത്രത്തിൽ ധരിച്ചിരുന്ന ലെതർ ബെൽറ്റ് കത്തിച്ച് അത് തിന്ന കാലഘട്ടമുണ്ട്. ക്ഷാമം അതിന്റെ കൊടുമ്പിരിയിൽ യെരൂശലേമിനെ മൂടിയിരുന്നു. യേശു പറഞ്ഞു, ഇതൊക്കെ അടയാളങ്ങളാണ്. ഞാൻ വേഗം പോവാം. ഇനി ഒന്നിട്ട് പ്രധാന കാര്യങ്ങളുണ്ട്. ഞാൻ ഇതെല്ലാം നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വിടുന്നത്. ക്ഷാമം, ഭൂകമ്പം ഇതൊക്കെ ആ കാലഘട്ടത്തിൽ സംഭവിച്ചിരുന്നു എന്നത് വസ്തുതയാണ്. അത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഇപ്പോൾ നെറ്റിലൊക്കെ ധാരാളം അവൈലബിൾ ആണ്. ദയവായിട്ട് പോകാം. ഈറ്റുനോവിന്റെ ആരംഭമത്തെ അത് അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിൽ ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ഇത് സംഭവിച്ചത് ആരോടാ പറയുന്നത്? അപ്പോസ്തലന്മാരോട് പറയുക, നിങ്ങളെ ഉപദ്രവിക്കും, കൊല്ലും. സത്യമല്ലേ? എത്ര അപ്പോസ്തലന്മാരെ കൊന്നു, എത്ര ക്രിസ്ത്യാനികളെ കൊന്നു, എത്ര പേരെ സിനഗോഗിൽ കൊണ്ടുപോയി. യഹൂദന്മാർ എത്രയോ പേരെ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു കൊന്നു. സോ ഈ മരണങ്ങളെല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ജീസസ് ഈസ് ടോക്കിംഗ് അബൌട്ട് the sign of his coming and sign of the end of the day and sign of the destruction of Jerusalem. Matthew 24 is not the sign of the second coming that the people are expecting today. It is the sign of the destruction of Jerusalem. Read it. നിങ്ങൾക്ക് എവിടെയെങ്കിലും അതിനെ നമ്മൾ ഇന്നത്തെ ലോകമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇതേ മത്തായിയുടെ മർക്കോസിലൊക്കെ വായിക്കാൻ മനസ്സിലാകും. അന്ന് നിങ്ങളെ അവർ സിന്നഗോഗുകളിൽ കൊണ്ടുപോയി ചമ്മട്ടിയിൽ അടിക്കുന്നു. സിന്നഗോഗുകളിൽ കൊണ്ടുപോയി. ഇന്ന് എവിടെ സിന്നഗോഗ് ഇരിക്കുന്നു? ഇന്ന് സിന്നഗോഗും ഇല്ല, ചിന്നഗോഗും ഇല്ല. എവിടെ കൊണ്ടിട്ട് അടിക്കാനാ? ഒന്ന് അടിക്കുന്നത്. ഇതൊക്കെ സിന്നഗോഗ് ഉണ്ടായിരുന്നത് യഹൂദന്മാർ. അപ്പൊ യഹൂദന്മാരാൽ വരാൻ പോകുന്ന പീഡയെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ്. അത്രയും വിടുക. താഴോട്ട് ഇപ്പൊ ചില വാക്യങ്ങൾ നിങ്ങൾക്ക് ഇനി പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് താഴ്വാ. അന്യോന്യം പകയ്ക്കും, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. ഇതൊക്കെ കള്ളപ്രവാചകൻ എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ജോൺ ഗിസ്കാലയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് കള്ളപ്രവാചകന്മാരായിരുന്നു. അവര് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ്, മെശിഹയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവചിക്കുകയും ജനങ്ങളെ ധാരാളം പേര് തെറ്റിച്ച ചരിത്രമുണ്ട്. ദാറ്റ് ഈസ് ജൂയിഷ് വാറില് ആ കാര്യങ്ങൾക്ക് ഒത്തിരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12-ാമത്തെ വാക്യം, അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. That was happened there. ഒരുപാട് തങ്ങളെ തന്നെ മറ്റുള്ളവരെ തങ്ങളെ മരണത്തിന് ഏൽപ്പിക്കുന്ന നിലയിൽ സ്നേഹമില്ലായിരുന്നു. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഓക്കെ, അടുത്ത വാക്യം, രാജ്യത്തിന്റെ ഈ സുവിശേഷം. ഞാൻ ആ പോയിന്റിലേക്ക് ഒന്ന് നിൽക്കാൻ പോവാ. ദൈവവചനത്തിൽ തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കും. രാജ്യത്തിന്റെ ഈ സുവിശേഷം, ഇത് ഒരുപാട് പേരെ സംശയനിഴലാക്കിയ ഒരു വാക്യമാണ്. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും. നോട്ട് ദ പോയിന്റ്. പ്രധാനമായിട്ട് അവിടെ ഫോക്കസ് ചെയ്യും. ഈ വാക്യം വെച്ചിട്ടാണ് യേശു വന്നിട്ടില്ല, ഇത് നിവർത്തിയാകാൻ പോകുന്ന പ്രവചനമാണ്. എന്താണ് ഈ വാക്യം ഉദ്ദേശിക്കുന്നത്? രാജ്യത്തിന്റെ ഈ സുവിശേഷം ഒരു കോൺട്രോവേഴ്സ്യൽ വാക്യം. അപ്പൊ രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കും. ഭൂലോകത്തിലൊക്കെയും. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് എന്തുവാ? ആൻഡ് ഓൾ ദ നേഷൻസ്, എല്ലാ ദേശങ്ങളിലും പ്രസംഗിക്കും. ഇൻ ഓൾ വേൾഡ് മാത്യു പറയുന്നു. ഇൻ ഓൾ വേൾഡ്. മർക്കോസ് പറയുന്നത് ഓൾ നേഷൻസ്. ഇനി ഈ ഭൂലോകമൊക്കെയും എന്ന വാക്ക് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോകും. എല്ലാവരും കേട്ടോണേ. ഉണ്ടല്ലോ ഇവിടെ കുട്ടികൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തി എടുക്ക് ബൈബിൾ 2 അതിന്റെ 5 വരെയുള്ള വാക്യം നോക്കി. 2:5. അന്ന്, എല്ലാരും കേട്ടോണേ, അന്ന് ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. എവിടെ നിന്ന് പറ? ആകാശത്തിന്റെ കീഴിലുള്ള
സകല ജാതികൾ നന്നാനാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും ആള് പോയോ? പറ. ഓറീസായിൽ നിന്ന് അവിടെ ആള് പോയോ? ബംഗ്ലാദേശിൽ നിന്ന് ആള് പോയോ? ബർമയിൽ നിന്ന് പോയോ? നേപ്പാളിൽ നിന്ന് പോയോ? ആഫ്രിക്കയിൽ നിന്ന് പോയോ? ഏഷ്യയിൽ നിന്ന് എവിടെങ്കിലും പോയോ? ഭൂമിയിലുള്ള സകല, അവിടെ ഇരിക്കുന്ന സകല ആകാശത്തിന്റെ കീഴിലുള്ള, എഴുതിയങ്ങ് പിടിപ്പിക്കുക കക്ഷി. അവിടെ എഴുത്ത് കണ്ടാൽ വിചാരിക്കും പുള്ളി ഭൂഗോളോ ഇങ്ങനെ കൈവച്ചിട്ട് എഴുതുക. ഇത് പ്രസംഗിക്കുന്ന നമ്മളും അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതികളുടെ, ഈ വാക്കിന്റെ അർത്ഥം എന്താ? എവ്രി നേഷൻ അണ്ടർ ഹെവൻ എന്നാ പറഞ്ഞേക്കുന്നത്. അവരെല്ലാവരും എന്ത് കേട്ടു? എനിക്ക് അതാ ഞാൻ അത്ഭുതപ്പെട്ടു. ഈ ജനം എല്ലാം കൂടെ വന്നിട്ട് 11ാമത്തെ വാക്യം എന്ന് പറയുന്നത്, അന്ന് ആ വന്നവരാരൊക്കെ തെളിയിക്കണം? പാർത്യരും മേത്യരും എലാമ്യരും മെസപ്പത്തോമ്യക്കാരും യഹൂദിയിലും കപ്പദോക്യയിലും പൊന്തയിലും ആസിയയിലും ഫ്രുഗയിലും ഹംപുല്യയിലും ഇസ്രീമിലും ഖുറേനയിലും ചെന്ന് ലിബിയ ദേശങ്ങളിൽ പാർക്കുന്നവരും റോമിൽ നിന്ന് വന്ന് പാർക്കുന്ന യഹൂദന്മാരും സാരികളും ക്രേത്യരും അറബിക്കാരും നാം ഈ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ജനത മൊത്തം ഒരു 10-17 രാജ്യത്ത് നാൾ വന്നേ ഉള്ളൂ. ഈ രാജ്യങ്ങളെല്ലാം റോമിന്റെ പ്രൊവിഡൻസ് ആയിരുന്നു, റോമിന്റെ പ്രവിശ്യകളിലുള്ള രാജ്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഭൂലോകം എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് അന്നത്തെ അവരുടെ ലോകം റോമൻ വേൾഡ് ആണ്. സോദരം, അതിനകത്ത് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ യഹൂദന്മാര് ശ്രദ്ധിക്കണം, ഈ അപ്പോസ്തലന്മാര് എവിടേക്കാ പ്രസംഗിക്കാൻ പോയെന്നറിയാമോ? ഇന്ത്യയിൽ പ്രസംഗിക്കാൻ വന്നു തോമസ്. എന്തിനാ ഇന്ത്യയിൽ പ്രസംഗിക്കാൻ വന്നത്? തോമസ് ഇന്ത്യയിൽ പ്രസംഗിക്കാൻ വന്നത് എന്തിന് എന്ന് ആൻസർ പറയാൻ പറ്റുമോ ആരെങ്കിലും? സമ്മാനം തരാം. ഇന്ത്യയിലെ ബ്രാഹ്മണന്മാരെ സ്നാനപ്പെടുത്താനെന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ബ്രാഹ്മണന്മാര്. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിട്ട് ഞങ്ങള് ശങ്കരപുരി കുടുംബത്തിലുള്ളതാണ്. ഇത് ശങ്കരപുരി, അങ്ങനെ കുറെ 3-4 ബ്രാഹ്മണ കുടുംബങ്ങളെ തോമസ് വന്നു. ഞാന് അതൊന്നും പറയുന്നില്ല, പോട്ടെ. തോമസ് വന്നത് ഇന്ത്യയിലെ ശങ്കരന്മാരെയും സ്നാനപ്പെടുത്താനല്ല. ഇന്ത്യയില് ജൂയിഷ് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു, അങ്ങനെ അതുകൊണ്ടാണ് കേരളത്തിൽ വന്നത്. കാരണം യഹൂദന്റെ കാതിലാണ് ഈ സന്ദേശം എത്തേണ്ടത്. ഈ സുവിശേഷം യഹൂദന്റെ ചെവിയിലെത്തണം. നൂറ്റാണ്ടുകളായിട്ട് അവൻ കേൾക്കാനിരുന്ന സന്ദേശം അത് അവന്റെ ചെവിയിലെത്തണം. അപ്പൊ അന്ന് ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതികളിലും ഈ സന്ദേശം കേട്ടോ. അന്ന് പെന്തിക്കോസ്ത് നാളിൽ വന്നവർ എന്ത് ചെയ്തു? ആ ശബ്ദം കേട്ടു. ഞാൻ ഒത്തിരി നിൽക്കാതെ അടുത്ത വാക്യം നോക്കി, റോമാലയനത്തിൽ നോക്കി. റോമർ 1:8. റോമർ 1:8. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ, സർവ്വലോകത്തിലും എന്ന് പറഞ്ഞാൽ റോമൻ സഭയുടെ വിശ്വാസം ഇന്ത്യയിൽ അന്ന് പ്രസിദ്ധമായിരുന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. റോമിലെ വിശ്വാസം റോമുമായി ബന്ധപ്പെട്ട ആ ഭൂമിയാ അവരുടെ വേൾഡ് എന്ന് പറഞ്ഞാൽ. ഒരിക്കലും ഭൂഗോളം മൊത്തം അല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളെ ഒത്തിരി ബോറടിപ്പിക്കപ്പെട്ടില്ല. റോമാലേഖനം 16:25 നോക്കി. റോമർ 16:25. ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾ ധ്യാനത്തിനോ മനസ്സിലാക്കിക്കാനൊക്കെ വെച്ചേക്കുക. 25, 26. പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ളത് എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തോണം നിങ്ങൾ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. അതിന്റെ മുകളിലാകട്ടെ. നമ്മുടെ മലയാളത്തിൽ അങ്ങനെയല്ല, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന് അനുസരണത്തിലുള്ള സകല ജാതികൾക്കും it have been made known to all nations എന്നാണ് എഴുതിയിരിക്കുന്നത്. ജാതി എന്ന് പറഞ്ഞ നേഷൻസ്. അപ്പം ഈ പൗലോസ് പറഞ്ഞു, ഞാന് ഓൾ നേഷൻസിനോട് എന്ത് പറഞ്ഞു? ദൈവത്തിന്റെ ഈ സന്ദേശം പറഞ്ഞെന്നാ. കൊലോസ്യലേഖനം എടുത്ത് നോക്കിയേ.
ഈ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കണം നാം നോക്കി. കൊലോസ്യ ലേഖനം എടുത്തേ, കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കി. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. ഇത് കേൾക്കുന്നു പ്രിയപ്പെട്ടവരെ? സർവ്വലോകത്തിലും. അപ്പൊ സുവിശേഷം എവിടെ വരെ പ്രസംഗിച്ചെന്ന? ഭൂലോകമൊക്കെയും സർവ്വലോകത്തിലും എന്ന പോലെ എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം സർവ്വലോകത്തിലും എത്തി. അതുപോലെ നിങ്ങളുടെ അടുക്കലും എത്തി എന്നല്ല എഴുതിയേക്കുന്നത്. സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവങ്ങളുടെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. അടുത്ത വാക്യം നോക്കിയേ, കൊലോസ്യ ലേഖനം 1:23. കൊലോസ്യർ 1:23 ബാക്കി. ആകാശത്തിന്റെ കീഴെ, ഇത് വരയിടണം എല്ലാവരും, ആകാശത്തിന്റെ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്ന നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷം എവിടെ പ്രസംഗിച്ചെന്നാ പറഞ്ഞേക്കുന്നത്? ആകാശത്തിന്റെ കീഴെ. എവിടെ ഇരിക്കുന്നത്? to continue faith and stable and steadfast, not shifting from the hope of the gospel that you heard, which has been proclaimed in all nations under heaven. നമ്മൾ ഈ തിരുവെഴുത്ത് എടുക്കുമ്പോൾ ആളുകൾ നമ്മൾ പറയാറുണ്ട് എന്തുവാ? സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെട്ടാലേ അവസാനം വരത്തുള്ളൂ. പക്ഷെ ഇവിടെ എഴുതി വെച്ചേക്കുന്നു ആ കാലത്ത് എല്ലായിടത്തും പ്രസംഗിച്ചെന്ന. കൊലോസ്യർ 1:23 അത് പറയുന്നു, 1:5 അത് പറയുന്നു, റോമർ 16:24 അത് പറയുന്നു, റോമർ 1:8 പറയുന്നു. എത്രയോ വാക്യങ്ങൾ പറഞ്ഞു. ആകാശത്തിന്റെ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു. It happened to all. That means it was preached among every nations. That means ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം വരാൻ ചാൻസ് ഉണ്ട്. ബ്രദറെ, ഇത് എന്തുവായി പറയുന്നത്? ഈ ലോകം ബൈബിൾ മാറിയോ? ബൈബിൾ തെറ്റിയോ? ഇല്ല. ഞാനൊരു കുഞ്ഞു വാക്യം നിങ്ങളോട് ചോദിക്കുക, ആൻസർ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. പറയത്തില്ലെന്ന് എനിക്കറിയാം, ഞാൻ തന്നെ പറയേണ്ടി വരും. എന്നാലും ചുമ്മാ ചോദിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 2:1 പറ, അത് മാത്രം നിങ്ങൾ വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 2:1. ആ കാലത്ത് ലോകമൊക്കെയും, ലോകം ഒക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. ലോകം ഒക്കെയും. ചോദ്യം, അങ്ങനെങ്കിൽ ആ സെൻസസിനകത്ത് നമ്മുടെ രാജ്യമോ ആഫ്രിക്കയോ യൂറോപ്പൊക്കെ ഉണ്ടായിരുന്നോ? അന്ന് ചൈനയുടെ കണക്കെടുത്തോ? അങ്ങനെ പേരെന്തോന്നു? അഗസ്റ്റോസ് കൈസർ. ആ കൈസർ എന്ന് പറഞ്ഞാൽ അഗസ്റ്റസ് കൈസർ എന്നാണ്. ഇംഗ്ലീഷ് മലയാളത്തിൽ വായിക്കാൻ പോലും അറിയത്തില്ല എനിക്ക്. അഗസ്റ്റസ് കൈസർ. ലോകമൊക്കെയും പേർവ് ചാർത്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആര്യന്മാരും ദ്രാവിഡന്മാരും ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനകത്ത് ആളുകളെല്ലാം കൂടെ പേർവഴി ചാർത്താൻ വേണ്ടി യെരുശലേമിൽ പോയത്. ആലോചിച്ച് നോക്ക്. അപ്പൊ ഇവിടെ ഈ ഭൂലോകം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എന്റെ സഹോദരങ്ങളെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് തൊഴുകയോടെ പറയുക, മലയാളിയോട് എത്ര ഞാൻ തലയിൽ കയറില്ല. ഞാനതുകൊണ്ട് മനസ്സ് മടുത്ത് എന്നാലും നിങ്ങൾ ഞാൻ പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറയാം, ദ ഫ്രേസ് ദ ഓൾ വേൾഡ് ഹിയർ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എൻറ്റയർ വേൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ റോമൻ എംപയർ. അത്രേ ഉള്ളൂ. അഗസ്റ്റസ് കൈസർ വേർവഴി ചാർത്താൻ പറഞ്ഞത് ഈ ലോകത്തിലെ മുഴുവൻ ആളുകളെന്നല്ല, റോമൻ എംപയർ. അപ്പൊ റോമൻ എംപയറിനെ എവിടെ പറഞ്ഞ ലോകം എന്ന് പറഞ്ഞേക്കുന്നത്. യേശുക്രിസ്തു പറയാ, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. The Bible says it's preached to all. ഒരു കുഞ്ഞു വാക്യം കൂടെ പറഞ്ഞാൽ അങ്ങ് നിർത്താം. അപ്പോസ്തലപ്രവൃത്തി 24:5. ആ വാക്യം നോക്കി.
അന്യായം കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ പുരുഷൻ ഒരു ബാധയും, അയ്യോ ആ വാക്യം പറയുമ്പോൾ എനിക്ക് പേടിയാണ്, ഒറ്റ വാക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയ വാക്യം, ഒരു ബാധയും ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെയും ഇടയിൽ കലഹമുണ്ടാക്കുന്നവനും. ലോകത്തിലുള്ള മൊത്തം ആളുകളുടെയും കലഹം ഉണ്ടാക്കുന്നത്, ലോകം മുഴുവൻ യഹൂദന്മാരാണ്. ടോക്കിംഗ് അബൌട്ട് ഒരു ഏരിയയെ, ഒരു എംപയറിനെ കുറിച്ച് പറയുക. നോൺ വേൾഡ്, ഒറ്റ വാക്കി പറഞ്ഞാൽ അന്ന് വരെ അറിയപ്പെട്ടിരുന്ന നാട്, അവിടെ എല്ലാം ഈ രാജ്യത്തിന്റെ സുവിശേഷം സാക്ഷ്യത്തിനായി പ്രസംഗിക്കപ്പെടും. സാക്ഷ്യത്തിനായിട്ടാണ് പ്രസംഗിക്കുന്നത്, ഒരു എവിഡൻസ് ആണത്. ആമേൻ. ഒരു ടെസ്റ്റിമണിയാണ്, പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 14. ആണ് ഫിനിഷ് നാ. സുവിശേഷമൊക്കെ സകല ജാതികളുടെയും സാക്ഷ്യത്തിനായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. യുനോ ദിസ് ഈസ് ഹാപ്പൻഡ്. എന്തിന്റെ അവസാനം വരും? എന്തിന്റെ അവസാനം വരും? അടയാളങ്ങൾ പറയാം. എല്ലാ അടയാളങ്ങളും അവസാനിക്കാൻ പോകുന്നത് ഈ സാക്ഷ്യം പ്രസംഗിക്കും. അപ്പോൾ അടയാളങ്ങൾ അവസാനിച്ചാൽ എന്താ തുടങ്ങും? ഡിസ്ട്രക്ഷൻ ആരംഭിക്കും. കല്ലിന്റെ പുറത്ത് കല്ല് ശേഷിക്കാതിരിക്കുന്ന വിനാശം ആരംഭിക്കും. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വെളിപ്പെടും. ഭൂമിയിൽ സംഭവിക്കുവാനുള്ളതും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതുമായ മഹാകഷ്ടം ആരംഭിക്കും. It is happened. And this is the true word I have ever learned in my lifetime. ഒരുപാട് പേര് ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട്. I cannot accept it because there is no logic there. There is no logic there. അവിടെ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. വ്യാഖ്യാന ഫാക്ടറിക്കകത്തിട്ട് രൂപപ്പെടുത്തിയിട്ടിരിക്കുന്നു. There is no need for interpretation. Plainly recorded, it's happened, the destruction of Jerusalem. I need to finish it now. Are you happy, people of God? So know it. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഇത് സംഭവിച്ച കാര്യം, ഇതിനെക്കുറിച്ച് ഇനിയും നിങ്ങൾ വ്യാകുലപ്പെടരുത്. മഹാവ്യാധി ഉണ്ടാകുന്നു, എനിക്ക് ഇതിനെക്കുറിച്ചെല്ലാം ഓരോ കാര്യം എടുത്ത് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് എല്ലാം നമുക്ക് ഈ വ്യാധികൾ എങ്ങനെയാ വന്നത്, ആ കാലഘട്ടത്തിൽ എപ്പോഴൊക്കെ വ്യാധികൾ വന്നിരുന്നു, എത്ര പേർ കൊല്ലപ്പെട്ടിരുന്നു, എന്തൊക്കെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എവിടെയെല്ലാമാണ്, ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും. അതിനുള്ള ടൈമില്ല. പക്ഷെ ഞാൻ പ്ലെയിൻ ആയിട്ട് പറഞ്ഞു. All these have fulfilled in the first century. The gospel has been preached everywhere in the world under heaven. The gospel has been preached by Paul under heaven, every nations. എല്ലാ നാടുകളിലും പ്രസംഗിക്കപ്പെട്ടു. The end came. It's happened, brothers and sisters. പൗലോസ് പറയുന്നു, പത്രോസ് പറയുന്നു, യോഹന്നാൻ പറയുന്നു, യാക്കോബ് പറയുന്നു, സകല ആളുകളും സഭകൾക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത. That is not the things we are expecting today. That was the expectation of the first century. It's happened and fulfilled. Now we are expecting the progression of the kingdom of God, and church is going to dominate the world. Christ is going to dominate the whole world. We are going to walk worthy of the kingdom of God and to be the manifested sons of God in the world, to prove that Christ is living today. We are the testimony. We are New Jerusalem. The old Jerusalem is totally annihilated and totally destroyed, and God established a New Jerusalem. That is we are the New Jerusalem, and God is going to rise a generation to proclaim the real truth. I believe that generation is watching me tonight. May God really bless you. Amen.